വിഴിഞ്ഞം തുറമുഖത്തെ ട്രയൽ റൺ ഉദ്ഘാടനവും ആദ്യ മദർഷിപ്പിനെ സ്വീകരിച്ചതും കേരളം കണ്ണിറഞ്ഞു കണ്ടു. പത്താണ്ടിനപ്പുറം മറ്റൊരു ദുബായിയായി നമ്മുടെ കേരളം മാറുന്നത് കിനാക്കളും നമ്മൾ കണ്ടു തുടങ്ങി. നല്ലത്, കേരളം വളരട്ടെ. സഹ്യനും സമുദ്രവും കടന്ന് കേരള തീരത്തേക്ക് ഉരുക്കൾ വരട്ടെ. പക്ഷേ അപ്പോഴും ഉദ്ഘാടന വേദിയിൽ ഇന്ന് പിണറായി സർക്കാർ നടപ്പാക്കുന്ന വിഴിഞ്ഞം കരാർ ഒപ്പിട്ട ഉമ്മൻചാണ്ടി സർക്കാരിനെ മുഖ്യമന്ത്രി ഒന്നോർമ്മിക്കാഞ്ഞത് കല്ലുകടിയായോ? ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തി മറന്ന് നന്ദികേട് കാട്ടിയോ? സെപ്റ്റംബർ 18 ഈ തുറമുഖത്തിൻ്റെ പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാൻ ശ്രമിക്കുമെന്ന് അന്നത്തെ LDF സർക്കാർ പ്രഖ്യാപിക്കുന്നത്. അന്ന് കേന്ദ്രം മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരായിരുന്നു. ആ സർക്കാർ അതിന് അനുമതി നിഷേധിച്ചു. 2013 പിന്നീട് ഗ്ലോബൽ ടെൻഡർ വരുന്നത്. അത് നടപടിയിലേക്ക് നീങ്ങുമ്പോൾ 2015 അത് ശ്രീ അഹമ്മദ് ദേവർകോവിലാണ്. അദ്ദേഹവും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി നല്ല ശ്രമം അർപ്പണബോധത്തോടെ നടത്തിയിരുന്നു എന്നത് ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. അന്ന് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തത് ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഓരോ ഘട്ടത്തിലും ആവശ്യമായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നേറുന്നതാണ് കേരളം കണ്ടത്. We are also immensely thankful to the state and central government, to the warm and welcoming people of Vizhinjam and Thiruvananthapuram, to Shri Shashi Tharoor ji, Honorable Member of the Parliament for Thiruvananthapuram, to the late Shri Omanchandi ji, to my Adani colleagues who put their heart and soul into this project. ബഹുമാന്യനായ ശ്രീ കരൺ അദാനി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം ഈ 18 തീയതിയാണ്. ഈ തുറമുഖം ഒരു ക്ലീൻ സ്ലേറ്റിൽ നിന്നാണ് അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളത്, നമുക്കെല്ലാം അറിയാം. ഈ തുറമുഖത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുക്കുന്നതുൾപ്പെടെ അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളെല്ലാം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായും ഇന്ന് അദ്ദേഹം കൂടി ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും അദ്ദേഹമായിരിക്കുമായിരുന്നു. നമ്മളോടൊപ്പം അദ്ദേഹവും ഏറ്റവും അധികം സന്തോഷിക്കുമായിരുന്നു. പിണറായി വിജയനൊക്കെ കാലഹരണം വന്നൊരു നേതാവാണ്. അവരിൽ നിന്നൊന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസവുമില്ല. അതൊക്കെ ഇത്ര മര്യാദകേട്, ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ പേര് പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ ആ മനസ്സിൻ്റെ അകത്ത് എന്താ കിടക്കണത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അതിഥികളായി അഡ്വക്കേറ്റ് A. റഹീം CPM പ്രതിനിധി, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസ് പ്രതിനിധി, അഡ്വക്കേറ്റ് JR പത്മകുമാർ എന്നിവരാണ് നമുക്കൊപ്പം. ആദ്യം അഡ്വക്കേറ്റ് A. റഹീമിലേക്ക്. അഡ്വക്കേറ്റ് A. റഹീം, മരിച്ചുപോയ ഒരാളുടെ പേര് പോലും ഓർമ്മിക്കുന്നതിനുള്ള മര്യാദയില്ലായ്മ കാണിച്ചോ സർക്കാർ? നന്ദികേട് കാട്ടിയോ ഈ കരാർ ഒപ്പുവെച്ച ഉമ്മൻചാണ്ടിയെ സ്മരിക്കാഞ്ഞതിലൂടെ? ക്ഷീരമുള്ള ഒരു അകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം. കേരളം പറന്നുയരുന്ന, കേരളം വികസനത്തിലേക്ക് കുതിക്കുന്ന ഒരു നല്ലൊരു ദിവസം. ഇങ്ങനെ വിവാദങ്ങൾ തേടി യാത്ര ചെയ്യുന്നവർക്ക് നല്ല നമസ്കാരം എന്നേ പറയാനുള്ളൂ. അപ്പോൾ മരിച്ചുപോയവരെ പിന്മുറക്കാർ സ്മരിക്കണം, അല്ലേ? അതാണല്ലോ നിങ്ങൾ പറയുന്ന തിയറി, ഈ വാർത്തയ്ക്ക് അടിസ്ഥാനം. എന്നാൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. ഇതേ ശ്രീ ഉമ്മൻചാണ്ടി അദാനിയെ സാക്ഷി നിർത്തി വിഴിഞ്ഞം തുറമുഖ പ്രോജക്റ്റിൻ്റെ പദ്ധതികളുടെ തറക്കല്ലിടൽ നിർവഹിച്ചല്ലോ അന്ന്. ടെർമിനൽ നിർമ്മാണോദ്ഘാടനം. എന്നാൽ ആ നിർമ്മാണോദ്ഘാടന വേദിയിൽ ഞാൻ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് അന്നത്തെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം ഞാൻ എടുത്തൊന്ന് കണ്ടു നോക്കി. ആരോടൊന്ന് കാണണം കേട്ടോ, യൂട്യൂബിൽ കിട്ടും, ഞാൻ അയച്ചു തരാം. മുഴുവൻ ഇരുന്നൊന്ന് കണ്ടു നോക്കി, അല്പം സമയമെടുത്ത്. അതിലൊരിടത്ത് പോലും ശ്രീ ഉമ്മൻചാണ്ടി 1996 ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ച, ആദ്യമായി ഫയൽ എഴുതി തുടങ്ങിയ ശ്രീ EK നയനാരെ, യശശരീരനായ നയനാരെ, മഹാനായ ജനകീയ മുഖ്യമന്ത്രി നയനാരെ ഒരു വാക്കുപോലും ഓർമ്മിക്കുന്നില്ലല്ലോ. ഇത് തെറ്റാണെങ്കിൽ അതും തെറ്റല്ലേ? അതാരെങ്കിലും വന്ന് ചർച്ച ചെയ്തോ? ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ടോ? തുടങ്ങിയത് ഇന്നിപ്പോൾ ശ്രീ വിൻസെൻ്റ് പറയുന്നുണ്ടല്ലോ, ഒരു ക്ലീൻ സ്ലേറ്റിൽ നിന്നാണ്, ക്ലീൻ പേപ്പറിൽ നിന്നാണ് തുടങ്ങിയതല്ലോ. 1996 മുതൽ ഇങ്ങോട്ടുള്ള കഥയുണ്ടല്ലോ, ആർക്കും നിഷേധിക്കാനാകാത്ത കഥയാണ്. എന്തിനാണ് അഡ്വക്കേറ്റ് A. റഹീം? 91 K. കരുണാകരനും MV രാഘവനുമുള്ള ഒരു മന്ത്രിസഭയെ താങ്കൾ മറന്നതാണോ?
അങ്ങ് കേൾക്കൂ, ഞാൻ ബാക്കി പറയാം. ഒറ്റയാളിലേക്ക് ആരും ചുരുക്കി. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ക്ഷീരമുള്ള ഒരു അകടിൻ ചുവട്ടിലും വിവാദങ്ങളാണ് നിങ്ങൾക്ക് കൗതുകം. ഞാൻ വായിക്കാം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗം. ഒരു ഭാഗം ഇങ്ങനെയാണ്, വെർബാറ്റമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ഉയർന്നു വരുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കും. അസഹിഷ്ണുതയുള്ളവരുടെ പ്രവർത്തനങ്ങൾക്കപ്പുറം, അടുത്ത വരി പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ കൂട്ടായ ഇച്ഛാശക്തിയും നിർവഹണ ശേഷിയും ഉണ്ടായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമായി ഉയരണമെന്ന കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. അതിനെ അഴിമതിക്കുള്ള മറയായോ ചൂഷണത്തിനുള്ള ഉപാധിയായോ ആരും മാറ്റരുതെന്ന നിഷ്കർഷയുണ്ടായിരുന്നു. അത്തരം പഴുതുകൾ അടച്ചുകൊണ്ടു തന്നെ ഈ തുറമുഖത്തെ ഈ വിധത്തിൽ സർവ്വസജ്ജമാം വിധം പുനരുജ്ജീവിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ, അടുത്ത വരി പ്രധാനമാണ്, നമുക്കെല്ലാം അഭിമാനിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് ചെയ്തത് കേരളമാകെ നേടിയെടുത്ത ഇച്ഛാശക്തിയുടെ വിജയം എന്ന നിലയിലാണ് ഉദ്ദേശിച്ചതല്ലേ, പറഞ്ഞില്ലല്ലോ. അതാണ് ഞാൻ വായിച്ചത്. നമ്മളെല്ലാം ഉദ്ദേശിച്ചതല്ലേ, പറഞ്ഞില്ലല്ലോ. ഇന്ന് പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കുന്ന ട്രയൽ റൺ പദ്ധതിക്ക് കാരണമായ കരാർ ഒപ്പിട്ടത് ഉമ്മൻചാണ്ടിയാണ് എന്ന വസ്തുത നമ്മുടെ മുന്നിലില്ലേ? കടന്നപ്പള്ളി രാമചന്ദ്രന്റെ പേര് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി, അഹമ്മദ് തേവർ കോവിലിന്റെ പേര് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി, VN വാസവന്റെ പേര് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി. എന്തുകൊണ്ടേ മറന്നുപോയി കെ ബാബുവിനെ? എന്തുകൊണ്ടേ മറന്നുപോയി ഉമ്മൻചാണ്ടിയെ? അരുൺ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ആദ്യം പറഞ്ഞത് ക്ഷീരമുള്ള ഒരു അകടിൻ ചുവട്ടിലും. ഞാൻ കൊതുകെന്ന് വിളിക്കുന്നില്ല, ബാക്കി നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ചിട്ടാൽ മതി. പക്ഷെ ഒരു കാര്യം ആലോചിക്കൂ, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ മനസ്സിലാലോചിച്ചതല്ല, CM ഇന്ന് നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗമാണ് പറഞ്ഞത്. ഇനി താങ്കൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഈ കഴിഞ്ഞ കാലയളവിലെ മന്ത്രിമാർ അവർ ചെയ്ത സംഭാവനകൾ ഇപ്പോൾ വിസ്താര ഭയത്താൽ അത്തരം എല്ലാവരെയും നമുക്ക് ആ വേദിയിലേക്ക് ഉൾക്കൊള്ളിക്കാനാവില്ലല്ലോ. എന്നാൽ അവർ മന്ത്രിയായിരുന്നെങ്കിൽ ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ളത് കൊണ്ടാണത് പറഞ്ഞത്. ഇനി അങ്ങ് ഇത് ചുരുക്കാൻ ശ്രമിക്കരുത്. ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി കാണണം. കേരളത്തിൽ 1996 ശ്രീ EK നായനാരുടെ കാലത്താണ് ഇതിൻ്റെ പ്രാഥമിക നടപടികൾ ആരംഭിക്കുന്നത്. തുടക്കം കുറിക്കുന്നയാൾ, തുടക്കക്കാരൻ ചരിത്രപരമായി വസ്തുതാപരമായി മറ്റാരുമല്ല, സഖാവ് EK നായനാരാണ്. അതിന് നിർണായകമായ ചുവടുവയ്പുണ്ടാകുന്നത് സഖാവ് M വിജയകുമാർ തുറമുഖ വകുപ്പ് മന്ത്രിയും സഖാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഗവൺമെൻറ് കാലത്താണ്. അന്ന് ചൈനീസ് കമ്പനിയാണ് ടെൻഡർ വിളിച്ചത് എന്ന കാരണം പറഞ്ഞ്, സുരക്ഷാ പ്രശ്നങ്ങൾ പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന, ഞങ്ങൾ കൂടി അന്ന് പുറത്തു നിന്ന് പിന്തുണയ്ക്കുന്ന ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ അവർ അന്ന് സമ്മതിച്ചിരുന്നുവെങ്കിൽ ഈ പദ്ധതി നേരത്തെ തന്നെ ചിറകുമുളച്ചനെ. അതിനുശേഷം അത് നടക്കാതെ വന്നപ്പോൾ ചൈനീസ് കമ്പനിയെ മാറ്റി നിർത്തി നമ്മളൊരു കൺസോർഷ്യത്തിലേക്ക് നീങ്ങി. ആ കൺസോർഷ്യത്തിലേക്ക് നീങ്ങിയതിനു ശേഷമാണ് മുൻപോട്ട് വരുന്നത്. അതിനും ശേഷമുള്ളൊരു ഏടാണ്, ഒരു എപ്പിസോഡിലാണ് ഒരു ഭാഗം ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭാഗമായിട്ടും അദ്ദേഹത്തിൻ്റെ ഇടപെടലായിട്ടുമുള്ളത്. അതിനെ ഞങ്ങൾ ആരും നിഷേധിക്കുന്നില്ല. എത്ര വേഗമാണ് നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ റോളിനെ പൂർണ്ണമായിട്ടും കൈകഴുകിയിട്ട് ഒരു ചെറിയ റോളുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? നോക്കൂ, EK നായനാരുടെ കാലത്ത് വിജയകുമാർ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഏതെങ്കിലും കരാറിൽ ഒപ്പുവെച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നോ? എന്തിനേറെ അതിനുശേഷം വന്ന LDF സർക്കാർ VS അച്യുതാനന്ദൻ്റെ കാലത്ത് ഈ തുറമുഖ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ പരിസ്ഥിതി ആഘാത പഠനം പോലും നടത്താതെ ഒരു ഉദ്ഘാടനം നിർവഹിച്ചില്ലേ? അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ അരുവിക്കര തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിലും ഈ വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അന്ന് ഈ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചത് ഈ പിണറായി വിജയൻ സർക്കാരല്ലേ 2016? അങ്ങ് ഇനി ഇടയ്ക്ക് ഇടപെടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങ് നിർത്തിയെടുത്ത് ഞാൻ തുടങ്ങാം. ഈ ജുഡീഷ്യൽ അന്വേഷണം വേണം, അല്ലെങ്കിൽ ഉയർന്ന അന്വേഷണം വേണം എന്ന് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാത്രമായിരുന്നു. അന്നത് ആവശ്യപ്പെട്ട ഒരാളെ പ്രമുഖനുണ്ടായിരുന്നു, അത് ശ്രീ VD സതീശനായിരുന്നു. അത് ഉദ്ധരിച്ച് മാതൃഭൂമി ചെയ്ത വാർത്ത ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം അത് ശക്തമായി ഉന്നയിച്ചു, പിന്നീട് പിൽക്കാലത്ത് ഉന്നയിച്ചതായി കേട്ടിട്ടുണ്ട്. ഇനി പോട്ടെ, ഞാനത് അതിലേക്ക് വരാം. അത് CAG കണ്ടെത്തിയതാണ്, ഞങ്ങളല്ല. CAG അത് സംബന്ധിച്ചൊരു നിഗമനത്തിലും എത്തിയിട്ടുണ്ട്, കമ്മീഷനും അത് സംബന്ധിച്ച നിഗമനമുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്കല്ല പോകാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പോയിൻ്റ് വളരെ ക്ലിയറാണ്. ഇത് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വിഴിഞ്ഞത്തിൻ്റെ സംഭാവന ചെയ്ത സഖാവ് നയനാർ മുതൽ ശ്രീ ഉമ്മൻചാണ്ടി വരെയുള്ള ഇതിനു മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ അവരുടെ പങ്കിനെ ഏതെങ്കിലും തരത്തിൽ കുറച്ചു കാണുന്നതിന്
ഒരു നിഗൂഢമായ ശ്രമമോ പൂർവ്വനിശ്ചിതമായ നിലപാടോ ഞങ്ങൾക്കില്ല. അല്ല, അത് എനിക്ക് മനസ്സിലാക്കുമായിരുന്നു. വളരെ പക്ഷേ ഉത്തരവാദിത്വത്തോടെ കരുണാനിധി പോലും പരാമർശിച്ച പേര് മുഖ്യമന്ത്രി പരാമർശിക്കാതെ പോയി എന്നതിലാണ് ആ സംശയം. 96-ലെ സർക്കാരിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു, ഇ.കെ. നായനാർ സർക്കാരിനെ കുറിച്ച് ആ പേര് പറഞ്ഞില്ലെങ്കിൽ LDF സർക്കാർ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ 2011-16 കാലഘട്ടത്തിലെ സർക്കാരിനെ കുറിച്ചൊരു വാക്കു പറഞ്ഞില്ല. അങ്ങ് കേൾക്ക്, ഉമ്മൻചാണ്ടി സാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ, ഉമ്മൻചാണ്ടി സാർ ഇതിൻ്റെ തറക്കല്ലിടൽ നിർവഹിക്കുമ്പോൾ അദ്ദേഹം അതിനു മുമ്പുണ്ടായിരുന്ന സഖാവ് VS-നെയോ സഖാവ് നയനാരെയോ എന്തേ സ്മരിച്ചില്ല? എന്തേ പറഞ്ഞില്ല? താങ്കൾ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി സാർ, യശശരീരനായ ശ്രീ ഉമ്മൻചാണ്ടി സാർ അന്നത് ചെയ്തതും തെറ്റെന്ന് കൂടി പറഞ്ഞിട്ടായിരിക്കണം പറയേണ്ടത്. ശരി, അല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് അഭിപ്രായമില്ല. അദാനിയുമായിട്ടുള്ള കരാറാണ് എനിക്കില്ല. ഒരു കരാറിലാണ് ഉമ്മൻചാണ്ടി ഒപ്പിട്ടതെങ്കിൽ സ്വാഭാവികമായിട്ടും നാനാരെ ഓർമ്മിക്കും. അരുൺ പ്ലീസ്, അരുൺ പറയുന്നതല്ല, അങ്ങ് കേൾക്കൂ. ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മളൊരു വലിയ മുന്നേറ്റത്തിൻ്റെ, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേരളം അറിയിച്ചെടുക്കുന്ന വലിയൊരു മുന്നേറ്റത്തിൻ്റെ കരുത്തിൽ നമ്മൾ നിൽക്കുകയാണ്. അവിടെ നിങ്ങൾ ഇതുപോലെ ഒരു പ്രസംഗത്തിലൊരാളുടെ പേര് പറഞ്ഞില്ല എന്നൊക്കെ നിസ്സാരമായ കാര്യം പറയരുത്. ഇന്നത്തെ ദിവസം നമ്മൾ കൂടുതൽ സജീവമായി ഇനി എങ്ങനെയാണ് കേരളത്തിന് മുൻപോട്ട് പോകേണ്ടത്, എന്തെല്ലാം വികസന സാധ്യതകളാണ് മുൻപിലുള്ളത് എന്നാണ് ഓരോ രാഷ്ട്രീയ അതിലൊന്നും നമുക്ക് തർക്കമില്ല. ശ്രീ റഹീം, നമ്മൾ അതൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇങ്ങനെയാണോ നമ്മുടെ രാഷ്ട്രീയം ഒരു വികസന പദ്ധതിയെ സമീപിക്കേണ്ടത്? രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് കരുതി ഈ സർക്കാർ നടപ്പിലാക്കുന്ന കരാർ നടപ്പിൽ വരുത്തിയ സർക്കാരിനെ കുറിച്ചൊരു വാക്കുമിണ്ടാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ലെങ്കിൽ അതെന്ത് സന്ദേശം നൽകുമെന്ന ചോദ്യമാണ് നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് ആദ്യഘട്ടത്തിലെടുത്തത്. താങ്കളുടെ ഭാഗം വിശദീകരിച്ചു. അതിലൊരു ഭാഗം പ്രസക്തമാണ്. ഉമ്മൻചാണ്ടി 2015-ൽ ഇ.കെ. നായനാരെ ഓർമ്മിച്ചില്ലല്ലോ എന്ന ചോദ്യം പ്രസക്തമാണ്. VS അച്യുതാനന്ദനെ ഓർമ്മിച്ചിരുന്നില്ല എന്ന ചോദ്യവും പ്രസക്തമാണ്. മറുപടി പറയേണ്ടത് ജിൻഡോ ജോണാണ്. ഡോക്ടർ ജിൻഡോ ജോൺ കേട്ടുവല്ലോ. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മൾ എല്ലാവരുടെയും എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് പ്രസംഗത്തിൽ. കേരളം ഒരുമിച്ച് നിന്നാണ് ഈ പദ്ധതി നേടിയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതെ പോയി എന്നുള്ളതൊരു വിവാദമാക്കേണ്ടതില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൽ കരുണാനിധിയും ഒപ്പം തന്നെ തുറമുഖ വകുപ്പ് മന്ത്രിയും വാസവനും ഉമ്മൻചാണ്ടിയുടെ പേര് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടി 2015-ൽ ഈ പദ്ധതിക്ക് കല്ലിടുമ്പോൾ അന്ന് VS അച്യുതാനന്ദൻ്റെയോ ഈ പദ്ധതിക്ക് കാരണക്കാരനായ ഇ.കെ. നായനാരുടെയോ പേര് ഓർമ്മിച്ചില്ല എന്നാണ് റഹീമിൻ്റെ വാദം. ഡോക്ടർ ജിൻഡോ ജോൺ. എൻ്റെ വാദമല്ല, അതാണ് ശരി. ശ്രീ അരുൺ, എനിക്ക് റഹീം പറഞ്ഞു തുടങ്ങിയ വാദത്തിൽ നിന്ന് തന്നെ തുടങ്ങാൻ എനിക്കിഷ്ടം. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും റഹീമിനെ പോലുള്ളവർ കാണുന്നത് രാഷ്ട്രീയമാണ്. അദ്ദേഹം 96 മുതലുള്ള ചരിത്രമാണ് പറയുന്നത്. പക്ഷേ വിഴിഞ്ഞം പദ്ധതിയുടെ ഡിസൈൻ തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ശ്രമം നടത്തിയ MP രാഘവന്റെയും K കരുണാകരന്റെയും മന്ത്രിസഭയുടെ കാലത്തെ പ്രവർത്തനങ്ങളെ റഹീം എന്തുകൊണ്ടാണ് പലവട്ടം ആവർത്തിച്ചിട്ട് പോലും പറയാതെ പോയത്? താങ്കൾ ചോദിച്ചിട്ട് പോലും റഹീം അത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അതവിടെ നിൽക്കട്ടെ, അത് അവർ പറഞ്ഞോട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അന്ന് ഇ.കെ. നായനാരെ പരാമർശിക്കാതെ പോയി എന്നാണ് റഹീമിന്റെ ചോദ്യം. ഉമ്മൻചാണ്ടി അന്ന് കരാർ ഒപ്പിട്ട് തറക്കല്ലിട്ടത് ഒരു പുതിയ പദ്ധതിക്കാണ്, പുതിയ എഗ്രിമെന്റ് ആണ്. നിങ്ങൾ പറഞ്ഞതുപോലെ അന്ന് നയനാരുടെ കാലത്ത് എന്ത് നടത്തി എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ എനിക്കില്ല. പക്ഷേ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അന്ന് ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിനുവേണ്ടി രംഗത്ത് വന്ന കമ്പനിയിൽ ചൈനയിൽ നിന്നുള്ള ഒരാൾ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടുള്ളത് കൊണ്ട് അതിന്റെ പേരിൽ മിലിറ്ററി ഇന്റലിജൻസിന്റെ എതിർപ്പുള്ളത് കൊണ്ടാണ് അതിനൊന്ന് അനുവാദം കൊടുക്കാതെ പോയത്. അങ്ങനെയുള്ള രാഷ്ട്രീയ ചരിത്രമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ നേതാവിന്റെ, മുൻ മുഖ്യമന്ത്രിയുടെ ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളെ മുഖ്യമന്ത്രി പറയാതിരിക്കുന്നത് മാത്രമല്ല പ്രശ്നം. ഇന്ന് ഉദ്ഘാടനം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ പോയത്? എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ സ്മരിക്കാതെ പോയത്? അതൊക്കെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഞാൻ പോകുന്നത് ആ ഒരു ഏരിയയിലേക്കല്ല, ഞാൻ തിരിച്ചു വേറൊരു രീതിയിലേക്കാണ്. ഇപ്പൊ റഹീം പോലും പറയുന്നുണ്ട് കേരളത്തിലെ ആളുകൾ ഇന്ന് വലിയ രീതിയിൽ പുളകം കൊണ്ട് സ്വീകരിച്ച ഒരു വികസന പദ്ധതിയാണെന്ന്. ഞാൻ അഭിമാനിക്കുന്നു. ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് ദീർഘവീക്ഷണത്തോടെ വിഭാവനം ചെയ്ത് നടപ്പാക്കിയതിൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കന്മാരുടെ അശ്രാന്ത പരിശ്രമവും വിയർപ്പൊഴുക്കിയ കഠിന പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഒരു കോൺഗ്രസ്സുകാരൻ, UDF-കാരൻ എന്നുള്ളതിൽ ഞാൻ അഭിമാനത്തോടെ ഈ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കുന്ന ഈ പദ്ധതിയെ അങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ റഹീമിനോട് ചോദിക്കട്ടെ, റഹീം 2016-ൽ താങ്കളുടെ ഔദ്യോഗിക
ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി അഴിമതിക്ക് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടിയ പദ്ധതിയാണ് എന്ന് പറയുന്നു. താങ്കളുടെ അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് അത് ഉമ്മൻചാണ്ടി 6000 കോടി രൂപയുടെ അഴിമതിക്ക് വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങൾ നടത്തുന്നത്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ BJP സർക്കാരും കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരും അഴിമതി നടത്താൻ വേണ്ടിയിട്ട് അദാനിയെ കൊണ്ടുവന്നു എന്ന്. അതേ അദാനിയുടെ നേതൃത്വത്തിലുള്ള കമ്പനി ഇന്ന് ഇത് പൂർത്തിയാക്കുമ്പോൾ ഇത് ചിരകാല സ്വപ്നം തീരമണിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വിജയ തീരമണിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രൊഫൈൽ പിക്ചറൊക്കെ മാറ്റുമ്പോൾ അല്പം നാണോ ഉളുപ്പും വേണ്ട. റഹീമിന്റെ മറുപടി. റഹീം, താങ്കൾ അന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റും ദേശാഭിമാനിയിൽ അന്ന് വന്ന മുഖചിത്രവും ആദ്യത്തെ പേജും ഇന്നത്തെ മുഖപേജും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ചാണ് ജിൻഡോ ജോൺ ചോദിക്കുന്നത്. മറുപടി. ഒരു ചെറിയ കുറവുണ്ടല്ലോ മിസ്റ്റർ ജോൺ. VD സതീശൻ എന്ന് പറഞ്ഞത് പറയുന്നില്ല. അന്ന് നമ്മളെല്ലാവരും പറഞ്ഞത് പറഞ്ഞു. ഇതേ ആവശ്യമെന്ന് ശ്രീ VD സതീശൻ ഉന്നയിച്ചിരുന്നു. ഇതേ വിമർശനമെന്ന് ശ്രീ VM സുധീരൻ ഉന്നയിച്ചിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഡോക്ടർ ജിൻഡോ ജോൺ മറുപടി. അപ്പൊ റഹീമിന്റെ കഴിഞ്ഞല്ലോ, ഇനി ഞാൻ പറയാം. ഈ CPM-ന്റെ നേതാക്കന്മാർ പിണറായി വിജയനും VS അച്യുതാനന്ദനും എന്തിന് റഹീം വരെയുള്ള ആളുകൾ റഹീമിന്റെ മറിച്ചുള്ള ചോദ്യമാണ്, അതിനുള്ള മറുപടി. ശരിയാണ്, റഹീം വന്ന് ഈ VD സതീശൻ അടക്കമുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് VM സുധീരനും പറഞ്ഞതുകൂടി കേട്ടിട്ടാണ് റഹീം അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന് കരുതുക ഡോക്ടർ ജിൻഡോ ജോൺ. അങ്ങനെയാണെങ്കിൽ VM സുധീരനും VD സതീശനും പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് റഹീമിന്റെ ചോദ്യം. അത് പറഞ്ഞത് CPM-കാർ മാത്രമല്ലല്ലോ എന്ന്. അല്ല, ഞാൻ അതാണ് പറയാൻ വരുന്നത്. അല്ല അരുൺ, ഞാൻ അത് പറയാനാ വരുന്നത്. നമ്മൾ തോക്കിൽ ഉണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് അപ്പുറത്ത് നിന്ന് ചുമ്മാ വെടിവെച്ചിട്ട് കാര്യമുണ്ടോ? ഞാനൊന്ന് പറയട്ടെ. റഹീമിനെ പോലുള്ള ആളുകളൊക്കെ ഇത് പറഞ്ഞപ്പോൾ കേരളം മുഴുവൻ ഇത് അഴിമതിക്ക് കോപ്പ് കൂട്ടുകയാണെന്ന് ഇവർ പറഞ്ഞപ്പോൾ KPCC-യുടെ പ്രസിഡന്റ് അതുപോലെ VD സതീശനെ പോലുള്ള ആളുകൾ ഞങ്ങളെല്ലാവരും പറഞ്ഞു അന്വേഷണം നടത്തിക്കോ, നിങ്ങൾ അന്വേഷണം നടത്തിക്കോ. എന്നിട്ട് ആരാ അന്വേഷണം നടത്തിയത്? പിണറായി വിജയൻ അന്വേഷണം നടത്തുന്നു, ജുഡീഷ്യൽ കമ്മീഷൻ വെക്കുന്നു, വിജിലൻസ് അന്വേഷണം നടത്തുന്നു. എന്താണ് നടപടി ഉണ്ടായത്? ഞാൻ പൂർത്തിയാക്കട്ടെ. റഹീമെ ഇടപെടൽ. ആ എൻക്വയറി കമ്മീഷന്റെ മുമ്പിൽ, ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിൽ റഹീം പോയി മൊഴി കൊടുത്തോ? പിണറായി വിജയൻ പോയി മൊഴി കൊടുത്തോ? VS അച്യുതാനന്ദൻ പോയി മൊഴി കൊടുത്തോ? കാനം രാജേന്ദ്രൻ പോയി മൊഴി കൊടുത്തോ? ഏതെങ്കിലും ഇടതുപക്ഷത്തെ നേതാക്കന്മാർ പോയി അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞ 6000 കോടി രൂപയുടെ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും പോയി നിങ്ങൾ പറഞ്ഞ ആ കമ്മീഷന്റെ മുമ്പിൽ പോയി മൊഴി കൊടുത്തോ? ഇല്ലല്ലോ. ആ കമ്മീഷന്റെ റിപ്പോർട്ട് എന്താ? ഇതിൽ അഴിമതി ഇല്ല എന്ന് മാത്രമല്ല, ഇത് ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യനും അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രി K ബാബുവും അശ്രാന്ത പരിശ്രമം നടത്തുന്ന ഒരു പദ്ധതിയാണെന്നല്ലേ അതിനുശേഷം വന്ന റിപ്പോർട്ട്? റഹീം മറുപടി. ഞാൻ ജയപത്മകുമാർ തിരിച്ചു വരാം, ഒരു നിമിഷം അങ്ങ് വഴങ്ങണം. റഹീം മറുപടി. അല്ല, ശ്രീ ജിൻഡോ ജോൺ വല്ലാതെ തെറ്റിപ്പോകുന്നു, പിഴച്ചു പോകുന്നു. ഒന്നൊന്ന് കൺട്രോൾ ചെയ്തിട്ടൊന്ന് നേരെയാക്കാൻ നോക്കൂ. അതായത് നിങ്ങൾ പറഞ്ഞു ഞങ്ങളെല്ലാവരും പറഞ്ഞ കൂട്ടത്തിൽ അവരും ഇങ്ങനെ ശുദ്ധമനസ്കരായി പറഞ്ഞാണെന്നല്ല. അങ്ങ് നിർബന്ധിച്ചാൽ ശ്രീ VM സുധീരൻ പറഞ്ഞ ബൈറ്റിൻ്റെ വെർബാറ്റ് ഞാൻ വായിക്കാം. വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു അദ്ദേഹം. ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ ഷാർപ്പായി പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ ഷാർപ്പായി എന്ന് VD സതീശൻ ഉന്നയിച്ചു. VD സതീശൻ ഇത് പറഞ്ഞു എന്നുള്ള വാർത്ത വളരെ കൃത്യമായി ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ഇനി അതിലേക്ക് പോയി സമയം കളയുന്നില്ല. ഇനി 2, അങ്ങ് പറഞ്ഞത് വസ്തുതാപരമായ തെറ്റാണ്, കളവാണ്. എന്താ കളവ്? ഒന്ന്, CAG വളരെ കൃത്യമായി കണ്ടെത്തി. CAG-യുടെ കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിൽ കമ്മീഷന്റെ കണ്ടെത്തൽ എന്താ? കുറ്റവിമുക്തരാക്കിയതാണ്. അല്ല, വ്യക്തിപരമായ അഴിമതി ഉണ്ടായിട്ടില്ല എന്നത് കണ്ടെത്തി. എന്നാൽ വളരെ കൃത്യമായി ഞങ്ങളുടെ ആശങ്ക അപ്പോഴെപ്പോഴും എന്തായിരുന്നു? ഇത് കടൽ കൊള്ള എങ്ങനെയാ കൊള്ള? സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ ബലികഴിച്ചുകൊണ്ട് അകാരണമായ ലാഭം, അസാധാരണമായ ലാഭമുണ്ടാക്കാൻ കമ്പനിക്ക് അദാനി പോർട്ടിന് ഇത് അവസരമൊരുക്കുന്നതാണ് എന്ന് തന്നെയായിരുന്നു കണ്ടെത്തൽ. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ വിമർശനം. അതുതന്നെയായിരുന്നു അന്ന് ശ്രീ VD സതീശന്റെ വിമർശനം. അതുതന്നെയായിരുന്നു അന്ന് ശ്രീ VM സുധീരന്റെ വിമർശനം. വെറുതെ ചർച്ചയിൽ പറഞ്ഞതുകൊണ്ട് ഡോക്ടർ ജിൻഡോ ജോൺ, VM സുധീരൻ പറഞ്ഞത് കേരളം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന വിഴിഞ്ഞം പദ്ധതിയുടെ വ്യവസ്ഥകൾ സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമാണെന്ന CAG റിപ്പോർട്ട് അതീവ ഗൗരവമുള്ളതാണ്. ഇതേക്കുറിച്ച് സമഗ്രമായ പരിശോധന നടത്തുന്നത് ഉചിതമായിരിക്കുമെന്നാണ് VM സുധീരൻ 2017 പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രോജക്റ്റിനെ കുറിച്ച്.
അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ VM സുധീരനും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് കേട്ടിട്ട് യാതൊരു രാഷ്ട്രീയ ബോധ്യവുമില്ലാതെ, നിങ്ങളുടേതായ രാഷ്ട്രീയ ബോധ്യമില്ലാതെയാണോ റഹീമിനെ പോലുള്ളവർ ഒരു വർഷം മുമ്പ് അഴിമതി ആരോപണം ഉന്നയിച്ചത്? ഒരു വർഷം മുമ്പ് VM സുധീരൻ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഒരു വർഷം മുമ്പ് അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ബോധ്യമില്ലാതെയാണോ? മാത്രമല്ല, പൂർത്തിയാക്കട്ടെ, ഇടപെടലേ, താങ്കൾ കൂടി പറഞ്ഞ അഴിമതി ഉണ്ടെന്ന് CAG റിപ്പോർട്ട് ഉണ്ടെന്ന് താങ്കൾ പറയുന്നു. അങ്ങനെ താങ്കൾക്ക് അഴിമതി ആരോപണം ഉള്ള കേസിൽ എന്തുകൊണ്ടാണ് എൻക്വയറി കമ്മീഷന്റെ മുമ്പിൽ റഹീം പോയി മൊഴി കൊടുക്കാതിരുന്നത്? മറുപടി പറയും റഹീമെ. എന്റെ കൺട്രോൾ പോകുന്നതിനെ കുറിച്ച് പറയണ്ട. അങ്ങനെ കൺട്രോൾ പോയി ഇന്ന് കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് AM ഷംസീർ. അദ്ദേഹത്തോട് ചോദിക്കൂ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതെന്ന്. ശരി, നമുക്ക് അന്വേഷണത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ഈ അദാനിൽ നേടാൻ പോകുന്ന വലിയ ലാഭത്തെക്കുറിച്ച് 30 വർഷം 40 വർഷമാകുമ്പോൾ 29,000 കോടിയിലധികം രൂപ അധികമായി ലാഭമുണ്ടാക്കുന്നുവെന്നും അത് 60 വർഷമാകുമ്പോൾ 61,000 കോടിയിലേക്ക് ലാഭവിഹിതം വർദ്ധിപ്പിക്കുന്നുവെന്നുമാണ് CAG റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ജുഡീഷ്യൽ കമ്മീഷനും കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ റഹീമെ നോക്കൂ, ആ കരാർ തന്നെ അതേപടിയാണ് ഈ സർക്കാർ നടപ്പിലാക്കുന്നത്. ആ നടപ്പിലാക്കുമ്പോൾ ആ ആദ്യത്തെ കരാർ ഉണ്ടാക്കിയ അതേ സർക്കാരിന്റെ ഉത്തരവാദിത്വം ഈ കരാർ നടപ്പിലാക്കുന്ന സർക്കാരിനുമുണ്ട്. പറയാം, തീർച്ചയായിട്ടും. 2015 ഈ സമരം ചെയ്ത ഇതുന്നയിച്ച ഞങ്ങളോട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് സഖാവ് പിണറായി മുഖ്യമന്ത്രിയല്ല, 2015 ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി അതിൻ്റെ വെർബാറ്റാണ് വായിക്കുന്നത്. 2015 ഞങ്ങൾ വികസന വിരോധികളല്ല. വിഴിഞ്ഞം പോർട്ട് അദാനിയിൽ നിന്ന് തിരികെ പിടിക്കാൻ LDF സർക്കാർ ശ്രമിച്ചാൽ LDF സർക്കാർ ശ്രമിക്കില്ല. 2015 പറഞ്ഞാണ്, ഇപ്പോഴല്ല, 2015 LDF ഭരണകാലത്ത് ഏറ്റെടുത്ത ഭൂമി പോലും ഇവർക്ക് കൈമാറിക്കൊണ്ടാണ് ചെയ്തത്. അവർക്ക് അദാനി കിട്ടുന്ന വിധമാണ് ചെയ്തത്. ഞങ്ങളുടെ നിലപാട് ഭരണത്തിൽ വന്നതിന് ശേഷം മാറിയതല്ല. 2015 തന്നെ ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി അത് പറയുന്നുണ്ട്. അന്നത് പറയുമ്പോൾ സഖാവ് കൊടിയേരി ചാരത്തുണ്ട്. ഞങ്ങളത് പറഞ്ഞെന്താ, ഞങ്ങളുടെ നിലപാടെന്താ, പാർട്ടിയുടെ നിലപാട്? ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും സപ്പോസ് ഒരു ഗവൺമെൻറ് തുടർച്ചയാണ്, ഞങ്ങൾ വന്നിട്ട് അദാനിയിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് വിചാരിക്കുക. 2016 പോയി കഴിഞ്ഞാൽ അത് നീണ്ടു നിൽക്കുന്ന നിയമയുദ്ധങ്ങളിലേക്ക് പോകും. ഒരിക്കലും അവസാനിക്കാത്ത നിയമയുദ്ധങ്ങൾക്കിടയിൽ ഈ വികസന പ്രക്രിയ ഇല്ലാതായി പോകും. അതുകൊണ്ടൊരു ഗവൺമെൻറ് ചെയ്ത തെറ്റ് ഞങ്ങൾക്ക് തുടരേണ്ടി വരുന്നുണ്ട്, കേരളത്തിൻ്റെ ദീർഘകാല താല്പര്യം മാനിച്ചുകൊണ്ട്. അത് 16 വന്നതിന് ശേഷമല്ല, 15 ഞങ്ങൾ പറഞ്ഞു. അല്ല, ആ തെറ്റ് ഗവൺമെന്റ് തുടരുന്നത് വിഴിഞ്ഞത്ത് എന്ത് നടന്നാലും വലിയ ആഘോഷമാക്കിക്കൊണ്ടാണ് എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായ ഒരു കാര്യം. JR പത്മകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. JR പത്മകുമാർ, അദാനിയെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ പറയുന്നു, ആ സർക്കാർ ഫോൾട്ടി ആയിരിക്കുന്ന ഒരു കരാർ വെച്ചിരിക്കുന്നു. ആദ്യ സർക്കാർ ആ ഫോൾട്ടി ആയിരിക്കുന്ന കരാർ നടപ്പിലാക്കുകയല്ലാതെ മറ്റു നിവൃത്തിയില്ല. ശരി, പക്ഷേ ഇന്നത്തെ ഉദ്ഘാടന വേളയിൽ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഒഴിവാക്കിയാലോ? അല്ല, ഞാൻ വരുന്നു. എനിക്ക് JR പത്മകുമാർ ചർച്ചയിലേക്ക് ഒന്ന് ക്ഷണിച്ചിട്ട് വരാം. JR പത്മകുമാർ, ഞാൻ തിരിച്ചു വരാം. ഉണ്ട്, സാങ്കേതികമായ വലിയ നിയമക്കുരുക്കിലേക്ക് പോകും. സർക്കാർ വലിയ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അത് തന്നെയാണ് സർക്കാരിന്റെ പരിമിതി. പക്ഷേ പുറത്തു പറയുമ്പോൾ അതൊന്നും പറയുന്നില്ലെന്ന് മാത്രം, ഈ ചർച്ചയിൽ വന്നിരുന്നു പറയാമെന്ന് മാത്രം. റഹീം, ഒരു നിമിഷം. അഡ്വക്കേറ്റ് JR പത്മകുമാർ, അതെല്ലാം പറയുന്നുണ്ട്. ഒരു നിമിഷം ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ റഹീം, അങ്ങയിലേക്ക് വരാം. JR പത്മകുമാർ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സ്മരിക്കാതെ പോയതും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനിയെ പുകഴ്ത്തി സംസാരിക്കുന്നതും എന്തു രാഷ്ട്രീയ സൂചനയാണ് നൽകുന്നത്? JR പത്മകുമാർ, ഇത് നേരത്തെ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച കള്ളക്കടൽ എന്ന് പറയുന്ന, കടൽക്കൊള്ള എന്ന് പറയുന്ന ടൈറ്റിലിട്ടും പിന്നീട് ഇപ്പോൾ ദേശാഭിമാനി വികസന തീരമണയുന്നു എന്ന ടൈറ്റിലിട്ടും പ്രസിദ്ധീകരിച്ച വാർത്തകളുടെ പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മളതിനെ കാണാൻ. JR പത്മകുമാർ. അല്ല, ഇന്നത്തെ ഈ ട്രയലിൻ്റെ ഉദ്ഘാടനം നടന്നു. കേരളത്തിലെ എല്ലാ ആളുകളും വളരെ സന്തോഷത്തിലാണ്. മാത്രമല്ല, നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായകമാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അതിനെ പ്രയോജനം ചെയ്യുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ഇത് വിഴിഞ്ഞത്ത്. അത് ട്രയൽ റണ്ണായി 2, 3, 4 മാസത്തിനകത്ത് അത് കമ്മീഷൻ ചെയ്യാൻ പോകുന്നതും. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ പിതാവാര്, മാതാവാര്, ആരെയൊക്കെ പേര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരു വിവാദം ഇപ്പോൾ ശക്തമായിട്ടുണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. കേരളത്തിൽ ഈ 2 മുന്നണികളും അത് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു അതിനെ സംബന്ധിച്ച് ഒരു വിവാദമുണ്ടാക്കി യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നുണ്ട്.
എനിക്ക് ഇപ്പോൾ ഇന്നത്തെ പ്രവർത്തനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഉദ്ഘാടന നടപടിയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം അത് ഓരോ ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ നടത്തുന്ന ആളുകളുടെയും ഔചിത്യബോധത്തെ അനുസരിച്ചിട്ടായിരിക്കും ആ പരിപാടിയുടെ മേന്മ പൊതുജനങ്ങൾ വിലയിരുത്തുന്നത്. ഔചിത്യപൂർവ്വം പെരുമാറേണ്ടത് ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ജനങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ ഈ മാധ്യമങ്ങളിലും അല്ലാതെയും കൂടി വന്നിട്ട് ഉദ്ഘാടന വേദിയിലും വന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അത് ജനങ്ങളുടെ തീരുമാനിക്കും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ചർച്ചയിൽ വന്നു 1991 മുതൽ നമ്മുടെ പല ഒരാശയം മുന്നോട്ട് വരികയും അതിനുവേണ്ടിയുള്ള പ്രാഥമിക നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ട് അതിൻ്റെ ട്രയൽ റണ്ണെങ്കിലും നടത്തുന്നതിന് വേണ്ടിയിട്ട് എത്ര വർഷമായി? 24-ലാണ് ഇപ്പോൾ അതിന് നമുക്ക് കഴിച്ചിട്ടുള്ളത്. ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ ഈ പറഞ്ഞ ചൈനീസ് കമ്പനിയൊക്കെ കഴിഞ്ഞ് വന്നത് അതിന് ശേഷം അതിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. സ്വന്തക്കാർക്കൊക്കെ കൊടുത്തതും ടെൻഡർ കൊടുത്തതൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളത് ആലോചിച്ചു, അന്ന് ഇതെല്ലാം പോയതിന് ശേഷവും അവസാനം ഒരു ആസ്ട്രേലിയൻ കമ്പനി വെൽസൺ എന്ന് പറഞ്ഞൊരു കമ്പനി അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു 420 കോടി രൂപ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളിത് ഈ കരാർ ഏറ്റെടുത്ത് ഇതിൻ്റെ നടത്തിപ്പ് ഇത് ബിൽറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്കിത് ബിൽറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് ഉള്ള നഷ്ടം ഒരു 420 കോടിയാവുമെന്ന് പറഞ്ഞു. അന്ന് ഭരണത്തിലിരുന്ന ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അതേസമയം ഇപ്പോൾ നമ്മൾ VGF അനുസരിച്ച് എത്ര കൊടുക്കേണ്ടി വരുന്നു? സെൻട്രൽ ഗവൺമെൻറ് 817 കോടി കൊടുക്കുന്നു, സംസ്ഥാന ഗവൺമെൻറ് 817 കോടി ഈ VGF-ൽ ഇതിൽ പെടുത്തി കൊടുക്കേണ്ടി വരുന്നു. കാര്യം ടോട്ടൽ കോസ്റ്റ് 4000 കോടിയാണ്. അതിൻ്റെ 40% 1600 ആണ്. അപ്പോൾ 1600 കോടിയാണ് VGF ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ന് അതിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ പ്രൈസ് എസ്കലേഷൻ 8000 കോടിയായി മാറിയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളെല്ലാം ഇവർ ഈ മാറി മാറി വന്ന ആളുകളുടെ പിടിപ്പുകേടും മാത്രമല്ല അന്ന് കേന്ദ്രത്തിലിരുന്ന ഗവൺമെൻറ്റിൻ്റെ പോളിസി പരാലിസിസുമാണ്. ഞങ്ങളുടെ ഗവൺമെൻറ് 2014 വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ആ ഒരു പോളിസി പരാലിസിസിനൊരു മാറ്റം വരുത്തി. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതുപോലെ തുറമുഖങ്ങളുടെ വികസനം, ഹൈവേയുടെ വികസനം, സാഗർ മാലാബദ് അങ്ങനെ അല്ലല്ലോ. നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ അദാനി അരുൺകുമാർ 8ഓളം തുറമുഖങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അല്ല, BJP ഭരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റാണ് അവർ അദാനി ഉള്ളത്? എത്ര സ്റ്റേറ്റ് ഉണ്ട്? ഒഡീസയിലെ പോർട്ട് ഞങ്ങളുടെ ഗവൺമെൻറ് ആയിരുന്നു അന്ന്. മഹാരാഷ്ട്രയിലൊക്കെ അദാനി വരുമ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് ആയിരുന്നു. തമിഴ്നാട് നമ്മളായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ അത് അദാനി എന്നൊക്കെ പറഞ്ഞിട്ട് BJP പറയാം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ വിവാദങ്ങളുണ്ടാകുമ്പോൾ 2015 ഇതിൻ്റെ തറക്കല്ലിടൽ കർമ്മം നടക്കുമ്പോൾ വന്ന് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് റഹീമൻ നോക്കണം. അദാനിയെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ തറക്കല്ലിടൽ ചടങ്ങിൽ LDF-ൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും പങ്കെടുപ്പിക്കാൻ അനുവദിക്കാതിരുന്ന ഒരു സംവിധാനമാണ്. അന്ന് അവരെടുത്തിരുന്ന ആ സമരം വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്നുണ്ടാകുമായിരുന്നു വിഴിഞ്ഞത്തിൻ്റെ സ്ഥിതി. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമുക്ക് ഈ തുറമുഖം ഏതായാലും യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അതിൻ്റെ സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസും അദാനി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ കരാറുണ്ടായി, നമുക്കറിയാം 15 വർഷം ഈ കരാർ കൊണ്ട് ഒരു ചില്ലിക്കാശിൻ്റെ ഗുണം സംസ്ഥാന ഗവൺമെൻറ്റിന് ഉണ്ടാകില്ല. ഇതിൻ്റെ ലാഭവിഹിതത്തിൽ മറ്റൊരുപാട് നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ, ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ചെയ്താൽ ഏകദേശം ഒരു 10-50-100 കിലോമീറ്റർ ചുറ്റളവിൽ വികസനം ഉണ്ടാകും. അത് സംസ്ഥാനത്തിനും അത് ജനങ്ങൾക്ക് ഗുണകരമായി മാറും. 10-15 വർഷം പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മഹാരാഷ്ട്രയിലെ വാധ്വാൻ എന്ന് പറയുന്ന തുറമുഖം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെലവേറിയ തുറമുഖമാണ്. 76,000 കോടി രൂപയിലോളമാണ് അതിൻ്റെ ചെലവ്. അതിൻ്റെ 76% കേന്ദ്ര സർക്കാരിന് ഓഹരിയുള്ള ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിയാണ് വഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ അദാനി ഒഴിവാക്കി ഈ ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിക്ക് നമ്മുടെ വിഴിഞ്ഞം പദ്ധതി ഏറ്റെടുക്കാനുള്ളൊരു മനസ്സ് കാണിക്കാതെ പോയത്? മഹാരാഷ്ട്രയിലാവാം, കേരളത്തിലെത്തുമ്പോൾ അത് അദാനിക്ക്. അവിടെ ആകെയുള്ളത് 9.6%. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഞാൻ ചോദിച്ചോട്ടെ, പറഞ്ഞോട്ടെ അരുണ്,
സംസ്ഥാന ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് സ്റ്റഡി നടത്തി ഒരു DPR കൊടുത്തിട്ട് ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ പങ്കാളിത്തത്തോടു കൂടി ഇത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് UPA ഗവൺമെൻറ്റിൻ്റെയോ അതല്ലായിരുന്നുവെങ്കിൽ NDA ഗവൺമെൻറ് വന്ന സമയത്തോ നിങ്ങൾ ഏതെങ്കിലും ഈ സംസ്ഥാന ഗവൺമെൻറ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? സംസ്ഥാന ഗവൺമെൻറ് പോയിട്ടുണ്ടോ? ഞങ്ങളുടെ പെർസെൻറ്റേജ് പങ്കാളിത്തം നിങ്ങൾക്ക് വേണം സെൻട്രൽ ഗവൺമെൻറ്റിന് ഉണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയണം. അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയ ആദ്യത്തെ ടെൻഡർ വരുന്ന സമയത്ത് പോലും അതിനുശേഷം 14 വരെ ഉണ്ടായിരുന്ന UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ വിഴിഞ്ഞം തുറമുഖങ്ങളെ സംബന്ധിച്ച് ഒരുപാട് തുറമുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ ഫണ്ട് നീക്കി വെച്ചിരുന്ന സമയത്ത് ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ട് ഇത്ര രൂപ ഞങ്ങൾ നീക്കി വയ്ക്കുന്നു എന്നെങ്കിലും ഒരു ബഡ്ജറ്റിനകത്തെങ്കിലും വന്നിട്ടുണ്ടോ? സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കണം. 76,000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അവിടെ ചിലവാക്കുന്നെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം കേന്ദ്ര ഗവൺമെന്റിനോട് മുന്നിൽ വെക്കണം. ഇതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസി സഹായിച്ചു. തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാരിന്റെ പോളിസിയാണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അല്ല ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നത് എന്താ? 78 മുതൽ മുടങ്ങിക്കിടന്നിരുന്ന ഹൈവേ 2015 അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി ഏകദേശം 1,500 കോടി രൂപ അതിനുവേണ്ടി ചെലവാക്കുന്നതിന് വേണ്ടി ചെയ്തു. ഈ കണ്ടെയ്നറെല്ലാം പുറത്തോട്ട് പോകുക ഏകദേശം 16% ഇത് വരുന്നത് റോഡിൽ കൂടെയാണ് പോകാൻ പോകുന്നത്. അതിനുവേണ്ടി റിംഗ് റോഡ് വേണം. അതിനു വേണ്ടിയിട്ട് 7,500 കോടി രൂപയുടെ പദ്ധതി നടപ്പിൽ വരുത്താൻ സ്ഥലം എടുത്ത് കൊടുക്കാമെങ്കിൽ അതിന്റെ കാശ് കേന്ദ്രം കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കേന്ദ്രം കോടി അത് മറന്നുപോയി. അല്ല, അത് വേറെ NH-ന്റെ കാര്യം. നിങ്ങൾ ഈ റിംഗ് റോഡിന്റെ കാര്യം പറയുമ്പോ റിംഗ് റോഡിന്റെ പൈസ NH-ന്റെ കാര്യത്തിൽ 25% സംസ്ഥാനം കൊടുക്കാം, 25% സംസ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞിട്ട് മാറിക്കളഞ്ഞു. 5,500 കൊടുത്ത് എന്നിട്ട് അതിന് തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പോഴാണ് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞങ്ങളെ ഈ GST എങ്കിലും ഒഴിവാക്കി തരൂ, ഈ സാധനങ്ങളുടെ ഈ ഇതിന്റെ നിർമ്മാണത്തിന്. അതുപോലും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുക. അത് NH-ന്റെ ആണ്. ഞാൻ പറഞ്ഞ റിംഗ് റോഡിന്റെ 7,500 കോടി രൂപയുടെ ശരി, വ്യക്തമാണ്. അപ്പോൾ പോളിസി പാരാലിസിസ് മോദി സർക്കാരിന്റെ കാലത്തില്ല എന്നതാണ് താങ്കൾ പറഞ്ഞത്. മോദി സർക്കാർ ശരിയാണ്. അദാനി വരുന്നു, പോർട്ട് ഏറ്റെടുക്കുന്നു, എയർപോർട്ട് ഏറ്റെടുക്കുന്നു, അക്കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടക്കുന്നു. ദേശീയപാത വികസനവും ത്വരിത വേഗതയിൽ നടക്കുന്നു, ഭൂമി ഏറ്റെടുക്കുന്നു. അതെല്ലാം നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള വികസനത്തിന്റെ യാത്ര. പക്ഷേ എനിക്ക് ജിൻഡോ ജോണിനോടൊരു ചോദ്യമുണ്ട്. ജിൻഡോ ജോൺ, നോക്കൂ, ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഈ കരാർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത് നടപ്പിലാക്കപ്പെട്ടത് എന്ന് നിങ്ങൾ പറയുന്നു. ശരി, പക്ഷേ കരാർ വരാനിടയായ ഒരു സാഹചര്യമുണ്ട്. 2015 ഈ അരുവിക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ കോൺഗ്രസ് ഈ ഒരു കരാറുമായി മുന്നോട്ട് പോകുമായിരുന്നു എന്നൊരു രാഷ്ട്രീയ ചോദ്യമുണ്ട്. കാരണം അതുവരെയും ഏകദേശം ഈ കരാറുമായി മുന്നോട്ട് പോകുന്നതിന് താല്പര്യം കാണിച്ചില്ലെന്ന് മാത്രമല്ല, ലാൻകോ കണ്ടപ്പള്ളി, സൂം ഡെവലപ്പേഴ്സ്, ഈ 2 പ്രധാനപ്പെട്ട പ്ലെയേഴ്സിനെയും അദാനിക്ക് മുമ്പ് ഈ പ്രോജക്റ്റിൽ നിന്ന് മാറ്റിയത് കോൺഗ്രസ് ആണ് എന്നൊരു ആക്ഷേപം CPM-നുണ്ട്. അവർ സമരം നടത്തി. പിന്നീട് 2013-ൽ 14-ൽ 212 ദിവസം നീണ്ടു നിൽക്കുന്ന സമരം നടത്തി. അവർ കേരളം ഒന്നാകെ മനുഷ്യച്ചങ്ങല പിടിച്ചു. പലതരത്തിലുള്ള സമരങ്ങളും റാലികളും ജനകീയ കൺവെൻഷനുകളും LDF സംഘടിപ്പിച്ചു. ഇവിടെ CAG റിപ്പോർട്ടിനെ തുടർന്ന് പ്രതിപക്ഷ ആരോപണങ്ങൾ ഉയർത്തുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ്. അതവർ ചെയ്തു. പക്ഷേ ഈ പ്രോജക്റ്റിന് വേണ്ടി അവർ സമരം ചെയ്തു. അത് നിങ്ങൾ കാണാതെ പോകുന്നു, മറച്ചു വയ്ക്കുന്നു. ജിൻഡോ ജോൺ. ഇല്ല അരുൺ, ഞാൻ അങ്ങനെ മറച്ചു വെച്ചില്ല. ഞാൻ മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ ഒരു നേതാക്കന്മാരും അങ്ങനെ മറച്ചു വെച്ച് സംസാരിച്ചില്ലല്ലോ. VS അച്യുതാനന്ദന്റെ കാലത്ത് നടത്തിയ ശ്രമങ്ങളെ കുറിച്ചിട്ടും പ്രതിപക്ഷ നേതാക്കന്മാർ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം അരുവിക്കര തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ K കരുണാകരനും MV രാഘവനും ഈ ശ്രമം നടത്തിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത് ഓരോ ഗവൺമെന്റുകളുടെയും ഓരോ മുന്നണികളുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഭാഗമാണ്, വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ എടുക്കണം. പിന്നെ റഹീം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നിയമയുദ്ധങ്ങൾ നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അഴിമതി ആണെങ്കിലും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കണ്ണടച്ചു കൊടുത്തത് എന്ന് പറയാം. എന്ത് ന്യായമാണ് പറയുന്നത് റഹീമെ? അഴിമതി എന്ന് പറഞ്ഞാൽ നിങ്ങളത് വെച്ച് പുറപ്പിക്കാൻ തയ്യാറാകാത്ത ആളുകളല്ലേ? നിങ്ങൾ നിയമയുദ്ധങ്ങളെ ഭയക്കുന്ന ആളുകളാണോ? അപ്പോൾ ആ നിയമയുദ്ധങ്ങളെ ഭയന്നത് കൊണ്ടാണോ നിങ്ങൾ അഴിമതി ആണെങ്കിലും ഇത് കണ്ണടച്ചു കൊടുത്തത്? അത് തെറ്റായ വാദമാണ്.
ചരിത്രമാണ് ഒന്നാമത്തെ. രണ്ടാമത്തത്, ആ തെറ്റായ കരാർ പ്രകാരം അഴിമതിക്ക് സാധ്യതയുള്ള, അഴിമതി നടന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നലുള്ള ആ കരാർ പ്രകാരം നടക്കുന്ന ഓരോ പ്രവർത്തനത്തിന്റെയും ഓരോ ഘട്ടവും അഭിമാനമാണ്, വിജയതീരമണിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് മാറി നിന്നാൽ പോരെ, ഇത് അഴിമതിയാണ്, ഞങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്ത പരിപാടിയാണ്, ഞങ്ങൾ വെറുതെ അങ്ങ് വിട്ടുകൊടുത്താ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞാൽ പോരെ. ഇത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന അഴിമതി കരാറാണെങ്കിൽ പിന്നെ അതിന്റെ ഉത്തരവാദിത്വം, അതിന്റെ അവകാശം നിങ്ങൾ എന്തിനാ ചോദിച്ചു വാങ്ങുന്നത്? രണ്ടാമത്തത്, ഇത് മുഴുവൻ നിങ്ങളുടെയാണെന്ന് നിങ്ങൾ സ്വന്തമാക്കിയോ, നിങ്ങൾ പറഞ്ഞോ, എത്ര വേണമെങ്കിലും പ്രചരണം നടത്തിയോ, റഹീം ഉൾപ്പെടെയുള്ള പ്രൊഫൈൽ പിക്ചർ മാറ്റിക്കോ. പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ LDFന്റെ നയം എന്തായിരുന്നു, UDFന്റെ നയം എന്തായിരുന്നു നമുക്കറിയാം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കരുണാകരൻ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ നെഞ്ചത്ത് കൂടിയാണ് വിമാനം ലാൻഡ് ചെയ്യുള്ളൂ, ടേക്ക് ഓഫ് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് വന്നപ്പോൾ ഉദ്ഘാടനം ചെയ്ത ആരാ, അതിന്റെ ഡയറക്ടർ ബോർഡിൽ ഇരുന്ന ആരാ എന്നൊക്കെ ചരിത്രമുണ്ട്. അതുപോലെ തന്നെ സ്റ്റേഡിയം വന്നപ്പോഴും, ഗോശ്രീ വന്നപ്പോഴും, കൊച്ചി മെട്രോ വന്നപ്പോൾ മെട്രോയുടെ വർക്കിംഗ് സൈറ്റിലേക്ക് ആദ്യത്തെ സമരം നടത്തിയത് ജില്ലാ സെക്രട്ടറി ആയിരുന്ന P. രാജീവിന്റെ നേതൃത്വത്തിലാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ സമരങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നു, പിന്നീട് ആ പ്രോജക്റ്റുകൾ വരുമ്പോൾ, അത് പൂർത്തിയാക്കപ്പെടുമ്പോൾ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. തർക്കമില്ല, അത് ചെയ്തോട്ടെ, ഓരോ കാലഘട്ടത്തിൽ വരുന്ന സർക്കാരുകൾക്ക് അത് ചെയ്യാനുള്ള അവകാശമുണ്ട്, ചെയ്തോട്ടെ. പക്ഷേ ഈ 8 വർഷക്കാലം നിങ്ങൾ നടത്തിയ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞ് സാധാരണക്കാരന്റെ അടുക്കളയിൽ പോയി മഞ്ഞക്കുറ്റിയിട്ട് നടത്തിയ ആ പ്രവർത്തനം, ഏത് കേരളയിൽ വേണ്ടിയിട്ട് നവകേരള സദസ്സിന്റെ യാത്ര അല്ലെങ്കിൽ കേരളീയം, അല്ലാതെ ഈ 8 വർഷക്കാലം നിങ്ങൾ കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു മെഗാ പ്രോജക്ട് പറയാൻ റഹീമിനുണ്ടോ, റഹീമിന്റെ പാർട്ടിക്കുണ്ടോ, പിണറായി വിജയനുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സമരം ചെയ്തു. നല്ലത്, വിഴിഞ്ഞം പദ്ധതി വരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. 91 മുതൽ കരുണാകരന്റെ മന്ത്രിസഭയുടെ കാലം തൊട്ട് കേരളത്തിന്റെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗത്തുള്ള ആളുകളുടെ ഒരു ചിരകാല സ്വപ്നമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി വരുമ്പോൾ ആ തുറമുഖ പ്രദേശം മാത്രമല്ല ചുറ്റുവട്ടത്തുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നു, ആളുകൾക്ക് മറ്റു വരുമാന മാർഗങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഞാൻ ഒരു ചോദ്യം റഹീമിനോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇത് അഭിമാന പുരസ്കാര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു, നിങ്ങളുടെയാണെന്ന് പറയുന്നു, പ്രതിപക്ഷത്തെ മാറ്റി നിർത്തുന്നു, ഉമ്മൻചാണ്ടിയെ തമസ്കരിക്കുന്നു. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായിട്ട് എത്ര രൂപ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു? 5500 കോടി രൂപയിൽ വെറും 850 കോടി രൂപ മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇതിന്റെ നേട്ടം അവകാശപ്പെടുമ്പോൾ അതിന്റെ ചുറ്റുവട്ടത്തുള്ള മറ്റ് അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്ക്, റോഡ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് പരിശ്രമങ്ങൾ ഈ 8 വർഷക്കാലത്തിനുള്ളിൽ നടത്തി പറയാൻ റഹീമിന് ബാധ്യതയില്ല? അത്രയും സമയം എനിക്കും ഇന്റർവെൻഷൻ ഇല്ലാതെ തരണം, അതാണ് നീതി. അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഈ അവർ അഴിമതി എന്ന് പറയുന്നൊരു വാദം ഞങ്ങൾ ഉന്നയിച്ചു. ഞങ്ങളല്ല, VD സതീശനും BM സുധീരനും ഉൾപ്പെടെ ഉന്നയിച്ച കാര്യം എന്തിനാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റുപിടിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം VD സതീശനും ബാധകമാണല്ലോ. അങ്ങ് ആദ്യം ആ ചോദ്യം ചോദിക്കേണ്ടത് എന്നെ പറയാൻ അനുവദിക്കണം. അല്ല, എന്നെ പറയാൻ അനുവദിക്കണം. ജിൻഡോ എന്നെ പറയാൻ അനുവദിക്കണം പ്ലീസ്. ഞാൻ കേൾക്കൂ. അങ്ങ് പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് CAG റിപ്പോർട്ടിന്റെ പരാമർശത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് വിയോജിപ്പുള്ള സംസ്ഥാന സർക്കാരിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണ് ഈ കരാർ എന്ന ഞങ്ങളുടെ വാദം ഇപ്പോഴുമുണ്ടെങ്കിൽ എന്തിന് ഞങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നുവെന്നാണ്. എങ്കിൽ ആ ചോദ്യം അങ്ങയുടെ കൂട്ടത്തിലുള്ള VD സതീശനോടാണല്ലോ ആദ്യം ചോദിക്കേണ്ടത്. ശ്രീ BM സുധീരനോട് ഇപ്പോൾ ചോദിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആദ്യം അത് ചോദിച്ചിട്ട് ഇങ്ങോട്ട് ചോദിക്കണം. ഞാനത് വളരെ വ്യക്തമായി പറഞ്ഞു, പ്രേക്ഷകർ മനസ്സിലായിട്ടുണ്ടാകും. ഞങ്ങൾ കേരളത്തിൻ്റെ വികസനത്തിനാണ് പ്രാധാന്യം കൊടുത്തത്, അധികാരത്തിൽ വന്നിട്ടല്ല, അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അത് പറഞ്ഞിരുന്നു. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കട്ടെ. അരുൺ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പിണറായി വിജയൻ ഗവൺമെൻറ് തുടർഭരണത്തിലല്ലായിരുന്നു എങ്കിൽ ഈ പദ്ധതി ഇപ്പോൾ ഇങ്ങനെ തീരമണയുമായിരുന്നോ? ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന, ഏറ്റവും ഒടുവിൽ നടന്ന വലിയ സമരവും ക്രമസമാധാന പ്രശ്നങ്ങളും നമ്മളുടെ മുമ്പിലുണ്ട്. നന്ദിഗ്രാമിനെ ചിലർ ഓർമ്മിപ്പിച്ചു, വിഴിഞ്ഞത്തെ ചൂണ്ടി വിമോചന സമരം ചിലർ ഓർമ്മിപ്പിച്ച ഒരു നേതാവിൻ്റെ പേര് ശ്രീ VD സതീശനാണ്. അവിടെ പോയി മാധ്യമപ്രവർത്തകരെ കണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ ഞങ്ങൾ കൊടുക്കുന്നു. സമരത്തിൽ 8 മുദ്രാവാക്യങ്ങൾ. വിമോചന സമരം ഓർമ്മിപ്പിച്ചത് സാക്ഷാൽ ശ്രീ K. സുധാകരനാണ്. എന്തായിരുന്നു 8 ആവശ്യങ്ങൾ? 8 ആവശ്യങ്ങളിൽ 7 ജനങ്ങളുമായി ഞങ്ങൾ സംസാരിച്ചു, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തു. ഒരൊറ്റ കാര്യത്തിലായിരുന്നു പിന്നെ സമരം നീണ്ടുപോയത്. അവസാന ഘട്ടത്തിലേക്കെത്തിയ ഈ പദ്ധതി അവസാനിപ്പിക്കണം. വിമോചന സമരം നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, UDF ആയിരുന്നു ഇതിന് വിമോചന സമരത്തോട് ഉപമിക്കുകയും ഇതിന് പിന്തുണ കൊടുക്കുകയും ചെയ്ത പ്രതിപക്ഷമായിരുന്നു ഇന്ന് ഭരണപക്ഷത്തെങ്കിൽ ആ സമരത്തിൽ നിങ്ങൾ കീഴടങ്ങി കൊടുക്കില്ലായിരുന്നില്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചല്ലോ. അവരുടെ സമരത്തിനും അവരുടെ ഡിമാൻഡിനും ഈ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ഈ അന്ത്യനാളുകളിൽ പറഞ്ഞതിന് നിങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു.
നിങ്ങളുടെ താല്പര്യം എന്തായിരുന്നു? ഇതാണ് എൻ്റെ ചോദ്യം. ഇപ്പൊ നിങ്ങൾ ഒരിടത്ത് ഉറച്ചു നിൽക്കണം. റഹീം വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണ്. ഞാൻ മറുപടി എടുത്തിട്ട് വരട്ടെ. റഹീമിന്റെ അനുവാദത്തോടു കൂടി വഴങ്ങുമെങ്കിൽ. ജിൻഡോ, വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണ്. ഈ പദ്ധതി നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയവർക്കൊപ്പം വിമോചന സമരം എന്നതിനെ ചിത്രീകരിച്ചുകൊണ്ട് കോൺഗ്രസ് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, UDF ആണ് അധികാരത്തിലിരുന്നതെങ്കിൽ, തുടർഭരണം പിണറായി സർക്കാരിന് കിട്ടിയിരുന്നില്ലെങ്കിൽ ഈ പ്രോജക്റ്റ് നടപ്പാകുമായിരുന്നോ? നിങ്ങൾ അന്ന് സമരത്തിൽ പ്രതീക്ഷിച്ചതൊരു മിനിമം ഫ്ലോറിയെങ്കിലും അല്ലേ, ഒരു വെടിവെപ്പല്ലേ? അത് നടക്കാതെ പോയതുകൊണ്ടല്ലേ ഇന്ന് ഈ പ്രോജക്റ്റ് ഇങ്ങനെ ഇതേപോലെ നീരണിഞ്ഞ് നിൽക്കുന്നത്? ജിൻഡോ, ഞാൻ അതിനെ ആ രീതിയിൽ തന്നെ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനെ ആ സെൻസ് ഉൾക്കൊണ്ട് പറയാം. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ചു. അത് ഞങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതിയിൽ ഞങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ചു. അവർ റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് നടത്തിയതും VS കാനം രാജേന്ദ്രന്റെയും മറ്റ് കോടിയേരി ബാലകൃഷ്ണന്റെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത് എന്താ? നിങ്ങൾ അധികാരത്തിൽ വന്ന ശേഷം ഈ അഴിമതിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഴിമതി ആരോപണം നിങ്ങൾ ഉന്നയിച്ച വിഷയത്തെ സമഗ്രമായി അന്വേഷിച്ചോ എന്നാ ഞങ്ങൾ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ അന്വേഷണം നടത്തി. ഞാൻ പറയട്ടെ റഹീമെ, അതെ, ചോദ്യത്തിലേക്ക് വരൂ. നമ്മൾ നേരത്തെ അത് വിഷയം, അഴിമതി ആരോപണത്തിന്റെ വിഷയം ചർച്ച ചെയ്തതാണ്. അതിലൊരു തീരുമാനത്തിൽ നമ്മൾ എത്തി. ആ അഴിമതി ആരോപണം CAG റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല, പകരം ഉണ്ടായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് അഴിമതി ആരോപണമല്ല, അമിതമായിട്ട് ലാഭമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അവിടെ ചർച്ച അവസാനിച്ചു. അത് പിന്നീട് ഈ സർക്കാർ തുടരുകയായിരുന്നു എന്നതാണ് വാദം. ശരി, ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് അങ്ങ് ക്ഷണിക്കുന്നു ജിൻഡോ. ഞാൻ വീണ്ടും ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിലൂടെ UDF ആയിരുന്നു അധികാരത്തിലെങ്കിലും പ്രോജക്ട് നടപ്പാക്കുമായിരുന്നു എന്നാണ് റഹീമിന്റെ ചോദ്യം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. വീണ്ടും റഹീം കള്ള ആവർത്തിച്ചാൽ അത് തിരുത്തേണ്ടത് എന്റെ ബാധ്യത കൂടിയാണ്. അതുകൊണ്ട് അല്ല ഞാൻ പൂർത്തിയാക്കട്ടെ. അത് ഇടപെടല്ലേ? അല്ല, എന്റെ അവസരമാണ്. എന്റെ അവസരത്തിൽ ഒരു ചോദ്യത്തിനാണ് ഞാൻ വഴങ്ങിയത്. ജിൻഡോ, അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. അങ്ങനെ ഇവര് അല്ല, റഹീമെ വിഷമിക്കല്ലേ, ഞാൻ പറയട്ടെ. റഹീം പറഞ്ഞ വിമോചന സമരത്തെ കുറിച്ചല്ലേ, ഞാൻ അതിലേക്ക് വരാം. നിങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ച വിഷയത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് മൊഴി കൊടുക്കാതിരുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഇതേവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഒന്നാമത്തത്. പിന്നെ കോൺഗ്രസ് നേതാക്കന്മാരെ അന്വേഷിക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് അഴിമതി ആരോപണം ഉള്ള വിഷയത്തിൽ സമഗ്രമായി അന്വേഷണം നടത്തിക്കോ എന്ന് പറഞ്ഞ ആ വിഷയം ഞാൻ അവസാനിപ്പിക്കാം. ഈ വിമോചന സമരത്തെ കുറിച്ച് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ ആ പ്രദേശത്തെ ആളുകൾക്കുണ്ടാകാൻ പോകുന്ന സാമൂഹ്യ ആഘാതം, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയം, അവരുടെ വീടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം, ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ 473 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചു. ഗവൺമെന്റ് ഓർഡർ ഇറക്കി. അത് പ്രകാരം പാക്കേജ് നടപ്പാക്കാത്തതിന്റെ പേരിലാണ് പ്രതിപക്ഷം ആ പ്രദേശവാസികളുടെ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തോടൊപ്പം നിന്നത്. സിമന്റ് ഗോഡൌണിൽ താമസിച്ച ആളുകളോടൊപ്പം അല്ല ഞങ്ങൾ നിൽക്കേണ്ടത്. അതോ പരപ്പട്ടി മൂത്രത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കണോ? ഞങ്ങൾ സിമന്റ് ഗോഡൌണിൽ കിടക്കുന്ന മത്സ്യത്തൊഴിലാളികളോടൊപ്പം നിന്നു. ഞങ്ങൾ പറഞ്ഞതെന്താ? വിമോചന സമരമായിട്ടുള്ള സമരമായിട്ട് ഇത് മാറും. കാരണം എന്താ? ഈ പദ്ധതി നടപ്പാക്കാൻ പോകുമ്പോൾ അതോടൊപ്പം ഈ മത്സ്യത്തൊഴിലാളികളുടെ സങ്കടം കൂടി പരിഹരിക്കണമെന്ന് പറഞ്ഞേ. ഈ പദ്ധതി നടപ്പാക്കണ്ട എന്നല്ല പറഞ്ഞേ, ഈ പദ്ധതി നിർത്തലാക്കണമെന്നല്ല പറഞ്ഞേ, ഇത് നിർത്തണമെന്നുമല്ല പറഞ്ഞേ. ആ പദ്ധതി ഞങ്ങൾ സമരം ചെയ്തില്ല. ഞങ്ങൾ കടലിന് വട്ടം കൈപിടിച്ച് സമരം ചെയ്തില്ല, കപ്പൽ തടഞ്ഞില്ല, കരിദിനം ആചരിച്ചില്ല. പദ്ധതി നടപ്പാക്കുകയും വേണം, അതോടൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക അകറ്റണം, കണ്ണീരൊപ്പണം എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെയാണ് നിലപാട്. ശരി റഹീം. അരുൺ, അത് അങ്ങേയറ്റം തെറ്റാണ്. ഞാൻ പറഞ്ഞു, വളരെ സ്പെസിഫിക് ആയിരുന്നു ഞാൻ പറഞ്ഞത്. 8 ആവശ്യങ്ങളായിരുന്നു സമരസമിതി അവസാന ഘട്ടം ഉന്നയിച്ചത് ഈ പറഞ്ഞ സമരത്തിൽ. ആ 8ൽ 7 കാര്യങ്ങളും സർക്കാർ സന്നദ്ധമായിരുന്നു. മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു അരുൺ അത് 24-ലായിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ചർച്ച ചെയ്തതാണ്. 8 കാര്യങ്ങളും സന്നദ്ധമായ സർക്കാർ പക്ഷെ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നറിയിച്ചു. ഒരു കാര്യത്തിൽ, അത് പദ്ധതി നിർത്തിവെക്കണം എന്നുള്ള ആവശ്യത്തിലായിരുന്നു. അതിൽ മാത്രം ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞു. അതൊരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയാണ്. ആ ഇച്ഛാശക്തി ഞങ്ങൾ ഇരുമ്പ് ഉരുക്കുമുട്ട് ഉപയോഗിച്ചല്ല നടപ്പിലാക്കിയത്. നന്ദിഗ്രാം ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയവരുടെ മുമ്പിൽ ഒരു തുള്ളി രക്തം വീഴാതെ, ഒരു വെടിയുതിർക്കാതെ ഞങ്ങൾ ആ പദ്ധതി അവസാനിപ്പിച്ചു. ഞാൻ ജിൻഡോ ജോണിനെ ശിവഗിരിക്കുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. ശിവഗിരിക്കുന്നിൽ നിങ്ങൾ മുമ്പ് നിയമം നടപ്പിലാക്കാൻ പോയി. സന്യാസിമാരെ ആക്രമിച്ചു, പോലീസ് നരനായാട്ട് നടത്തി. അന്നത്തെ മുഖ്യമന്ത്രിയുടെ പേര് ശ്രീ AK ആന്റണി എന്നാണ്. ഞാൻ മുത്തങ്ങയിലേക്ക് ക്ഷണിക്കുകയാണ് താങ്കളുടെ ശ്രദ്ധയെ. അന്ന് AK ആന്റണിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. മുത്തങ്ങയിൽ ജോഗി എന്ന ആദിവാസി ചെറുപ്പക്കാരൻ വെടിയേറ്റ് മരിച്ചു. ക്രൂരമായ നരനായാട്ട് നടത്തി. മറന്നു പോകരുത് നിങ്ങൾ.
മറന്നു പോകരുത്. നിങ്ങൾ പള്ളിത്തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വരാപ്പുഴയിൽ അന്ന് പോലീസിനെ നിങ്ങൾ കയറൂരി വിട്ടു. നിങ്ങളുടെ പോലീസ് നടപടി എന്തായിരുന്നു? വളരെ സെൻസിറ്റീവായ ഒരു പോയിന്റിൽ വെച്ച് എന്തും സംഭവിക്കാമെന്ന് എല്ലാവരും കരുതി നിൽക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി എന്തായിരുന്നു? ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി നിങ്ങൾ നോക്കൂ. ഇതേ നിലപാട് എന്നോട് നേരത്തെ വികസനത്തിന്റെ കാര്യം ചോദിച്ചല്ലോ, ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, ഇങ്ങനെ ഒരു സമരം ഉയർന്നു വന്നിരുന്നുവെങ്കിൽ, UDF ഗവൺമെന്റാണ് കേരളം ഭരിച്ചിരുന്നതെങ്കിൽ ഈ പദ്ധതിയുമായി മുൻപോട്ട് പോകാൻ അവർക്കാകുമായിരുന്നില്ല. ഞാനിത് വെറുതെ പറയുന്നതല്ല. എന്തായിരുന്നു ദേശീയപാതയിൽ സംഭവിച്ചത് ഇവരുടെ കാലത്ത്? എന്തായിരുന്നു ഗെയിലിൽ സംഭവിച്ചത് ഇവരുടെ ഭാഗത്ത്? ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്തായിരുന്നു ഇടമൺ കൊച്ചി പവർ ലൈനിൽ സംഭവിച്ചത്? എന്തായിരുന്നു സംഭവിച്ചത്? നമ്മൾ കണ്ടതല്ലേ. പ്രശ്നമുണ്ടാകുന്നു. ഭൂമി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ അരുണിനോടൊരു കാര്യം ചോദിക്കുന്നു. ഇവിടെ ജിൻഡോ പറഞ്ഞല്ലോ, സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റിനെ ഭാവി ചരിത്രം 2016 ഗവൺമെന്റിനെ അടയാളപ്പെടുന്നത് എന്തായിരിക്കും എന്നറിയുമോ? അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏറ്റവും പ്രശ്നമായിരുന്ന ഭൂമി ഏറ്റെടുക്കൽ 2016 ശേഷം ഒരു പ്രശ്നമല്ലാതായി മാറി. ഇപ്പോഴുള്ള പ്രശ്നം എന്താ? നോട്ടിഫൈ ചെയ്തിട്ടും എന്റെ ഭൂമി ഏറ്റെടുക്കുന്നില്ലല്ലോ എന്നതാണ് പ്രശ്നം. റിംഗ് റോഡിൽ ഉൾപ്പെടെയുള്ള പ്രശ്നം. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. റഹീം, നേരിടാൻ രീതി ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. അല്ലല്ല ജെ പി പത്മ, ഞാൻ തിരിച്ചു വരാം. റഹീം ചോദിച്ചത് അല്ലെങ്കിൽ പറഞ്ഞതിനുള്ള മറുപടി താങ്കൾ കൂടി പറയേണ്ടതുണ്ട്. കാരണം ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം, ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം നടപ്പിലായതാണ് എന്നതാണ് റഹീമിന്റെ വാദം. ജെ ആർ പത്മകുമാർ, താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, ഇതിൽ ഇച്ഛാശക്തിയുടെ പ്രശ്നമല്ല. ഞാനത് നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഇതിനോട്ട് വീഴ്ച വന്നിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇത് എല്ലാവരുടെയും കൂട്ടായ ഒരു ശ്രമം കൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ, നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോഴും ഉണ്ടായിരുന്നത് ഗവൺമെൻറ് കൂട്ടായൊരു ശ്രമം കൊണ്ട്, അതിന് ജനങ്ങളുടെ പങ്കാളിത്തം. ഇവരൊന്നും പലതും കാണാതെ പറയുന്നത്. 360 ഏക്കർ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ എത്ര ഏക്കർ ഭൂമിയാണ് മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റെടുത്തിട്ടുള്ളത്? ഒന്ന് പറയട്ടെ. ആ പ്രദേശത്തെ കർഷക തൊഴിലാളികൾ, പാവപ്പെട്ട ആളുകൾ, അവരുടെ കൃഷിയിടങ്ങൾ, കക്കത്തൊഴിലാളികൾ, ചിപ്പി പറക്കാൻ പോകുന്ന തൊഴിലാളികൾ, ഇവരുടെയൊക്കെ സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അവരെ സ്ഥലമാണ് എടുത്തിട്ടുള്ളത്. ഇത് അവസാനം ഒരു പ്രശ്നം ഉണ്ടാക്കി, ഒരു സമുദായത്തിൻ്റെ മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ മുന്നണികൾ ശ്രമം നടത്തി. അവിടെ പാക്കേജ് വരുമ്പോൾ സമയത്ത് നിങ്ങൾ ആലോചിക്കണം, ഈ ഭൂമി ഏറ്റെടുക്കുന്നത് ഈ ഗവൺമെൻറ് വരുന്ന 2016 മുമ്പ് ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞു. എല്ലാവർക്കും കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞു. 3 സെൻറ്റ് ഭൂമിയുള്ളവരും 5 സെൻറ്റിന് കിടാരക്കുഴി തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊടുത്തു കഴിഞ്ഞു. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് 5 ലക്ഷം രൂപ വീതം കൊടുത്തു കഴിഞ്ഞു. അവിടെ തൊഴിലും ഇതെല്ലാം നഷ്ടപ്പെട്ടത് അവിടുത്തെ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന സാധാരണപ്പെട്ട ആളുകൾക്കാണ്. അവരുടെ പാക്കേജ് ആരും കാണുന്നില്ല. അവർക്ക് വേണ്ടി ആരും ശബ്ദിക്കാനുമില്ല. ഒരു പാക്കേജായി എന്തോ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കൊടുക്കുന്ന പാക്കേജ് ഇപ്പുറത്തോടു കൂടി കൊടുക്കണ്ടേ. അപ്പോൾ ഇതിലൊന്നും ആർക്കും ശ്രദ്ധയില്ല. ഇതിൻ്റെ പ്രീണന അല്ലെങ്കിൽ ചില രീതിയിലുള്ളൊരു നയങ്ങൾ നടപ്പിലാക്കിയിട്ട് എല്ലാവരെയും കണ്ണിൽ പൊടിയിടുന്ന, ഞാൻ പറയുന്നത് ഈ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ അങ്ങോട്ട് വരികൾക്കിടയിൽ ജാതി വിവേചനം സൃഷ്ടിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അത് ശരിയല്ല. സാമുദായിക ധ്രുവീകരണം ഞാൻ ജാതി വിവേചനം പറഞ്ഞില്ലല്ലോ. ഞാൻ ജാതി വിവേചനം പറഞ്ഞില്ല. നിങ്ങൾ ഈ പറഞ്ഞ സമരം, നിങ്ങൾ പറഞ്ഞ ഈ പറഞ്ഞ തുറമുഖം വേണ്ട എന്ന് പറഞ്ഞ, അല്ല റഹീമ ഞാനത് പറഞ്ഞോട്ടെ, ഈ നിങ്ങൾ തുറമുഖം വേണ്ട എന്ന് പറഞ്ഞ സമയത്ത് തുറമുഖം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സമരസമിതി ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ അത് ആരൊക്കെ ആയിരുന്നു എന്ന്? നിങ്ങളുടെ ആനാവൂർ നാഗപ്പനും വി രാജേഷും കൂടി പോയി ഉദ്ഘാടനം ചെയ്ത സമരം ഉണ്ടല്ലോ. അതിലാരൊക്കെയാണ് പങ്കെടുത്തത്? നിങ്ങൾ ജാതി വിവേചനം എന്നല്ല ഞാൻ പറഞ്ഞത്. അതിൽ എല്ലാ സമുദായത്തിലും അവിടുത്തെ സാമുദായിക സംഘടനകള്, ഈ ലത്തീൻ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലും ഈ തുറമുഖം വേണമെന്ന് ഞാൻ സംസാരിച്ചപ്പോ ഞാൻ ഇടപെടുന്നില്ലല്ലോ. ഈ തുറമുഖം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ഒരു സമരസമിതിയുണ്ട്. അല്ല, സമിതിയുണ്ട്. അല്ല, അവിടെ ഈ തുറമുഖം വേണ്ട എന്ന് പറഞ്ഞ് അവിടെ ഷെഡ് കെട്ടി സമരം നടത്തിയ സമയത്ത് അതിന് തൊട്ടടുത്ത് തന്നെ സമരസമിതി എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വിഭാഗം അവിടെ സമരം നടത്തിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ?
നിങ്ങളുടെ ഇടതുപക്ഷ ഗവൺമെന്റും CPM മാത്രമല്ല, അത് CPM ആരുമില്ലായിരുന്നു. നാട്ടുകാര് അതിന് അവിടുത്തെ സാമുദായിക സംഘടനകളാണ്, നാട്ടുകാരല്ല, ഓരോ സംഘടനകള്. ഞാൻ പറഞ്ഞു തരാം. SNDP ഉണ്ടായിരുന്നു, NSS ഉണ്ടായിരുന്നു, KPMS ഉണ്ടായിരുന്നു, നാടാർ മഹാസഭ ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ സഭകള്, ഈ സമരത്തിന് എതിർക്കുന്ന ക്രിസ്ത്യൻ സഭകൾ ഉണ്ടായിരുന്നു, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഓക്കെ, അല്ല, എല്ലാവരും ഉണ്ടായിരുന്നു. ശരി ജയർ പത്മകുമാർ, അഡ്വക്കേറ്റ് റഹീം, താങ്കൾ സമരത്തെ കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ടാണ് അന്ന് ആ സമരത്തെ നേരിടാൻ വേണ്ടി CPM ഉപയോഗിച്ച ഒരു മാർഗത്തെക്കുറിച്ചും പിന്നീട് ചർച്ചയുണ്ടായി. അന്ന് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച തീവ്രവാദ ബന്ധമുണ്ട് എന്ന രീതിയിൽ പ്രചരിപ്പിച്ച ചിത്രങ്ങളിലൊന്ന് അന്ന് മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന്റെ സഹോദരൻ കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ നക്സലൈറ്റുകളായും അർബൻ നക്സലൈറ്റുകളായും കർഷകരെ കാണുന്ന രീതിയിൽ അന്ന് ലത്തീൻ സമുദായത്തിലെ മത്സ്യത്തൊഴിലാളികളോട് വിവേചനപരമായി ഇടതുപക്ഷ സർക്കാർ പെരുമാറിയെന്നൊരു ആരോപണം കൂടി അന്ന് ഉണ്ടായിരുന്നു റഹീം. അതുകൊണ്ട് ആ സമരത്തെ പൂർണ്ണമായിട്ടും നേരിട്ടത് സതുദ്ദേശപരമായി കൃത്യമായ വഴിയിലൂടെയാണെന്ന് പറയുക സാധ്യമല്ല. അല്ല ഈ മഹാമനസ്കത ഈ സമരങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ശബരിമല സമരത്തെ എങ്ങനെയാണ് നേരിട്ടത്? ഞാൻ പറഞ്ഞല്ലോ, ആ സമരസമിതി മുന്നോട്ട് വെച്ചത് 8 ആവശ്യങ്ങളായിരുന്നു. 8-ൽ 7 ആവശ്യങ്ങളും സർക്കാർ തുറന്ന മനസ്സോടെ സമ്മതിച്ചു. ഒരാവശ്യം മാത്രമാണ് ഞങ്ങൾ വഴങ്ങാതിരുന്നത്, അത് സംസ്ഥാന താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ആ ആവശ്യത്തിന്റെ പേരിൽ അവർ സമരം തുടർന്നപ്പോഴും ആരെയെങ്കിലും വെടിയുതിർത്ത് കൊല്ലാൻ ആയിരുന്നില്ല മുത്തങ്ങ പോലെ ഞങ്ങളുടെ ഗവൺമെന്റ് ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങ് പറഞ്ഞു, ഈ പറയുന്ന പോലെ മറ്റ് ബന്ധങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അപ്പോഴിപ്പോഴും ഇന്ന് മുഖ്യമന്ത്രി അത് പറഞ്ഞല്ലോ. എങ്ങനെയാ പറഞ്ഞത്? നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ട് വരാതിരിക്കാൻ വേണ്ടി പതിറ്റാണ്ടുകളോളം ഒരുപാട് അന്താരാഷ്ട്ര ശക്തികളുടെ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്, ഒരു സംശയം വേണ്ട. അതിനെല്ലാം പലതരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും അത്തരം ശക്തികൾ ഇതിൽ ഇടപെട്ടിട്ടും ഉണ്ടാകാം. അത്ര കൊണ്ട് ഞാൻ അത് അവസാനിപ്പിക്കുകയാണ്. അത് മാത്രമേ ഗവൺമെന്റ് ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്തു നിർത്തി തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. മാത്രവുമല്ല, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. അതിലൊന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് 5100 കോടി രൂപ മുടക്കുമെന്ന് പറഞ്ഞതിൽ 87 കൊടുത്തുള്ളൂ. തെറ്റാണ്. ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പും അക്കാര്യത്തിലൊരു വ്യക്തത ഞാൻ വരുത്തി. 5100 വ്യത്യസ്തമായ കാര്യങ്ങളിൽ തന്നെ ഞങ്ങൾ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ട് അതിന്റെ MD തന്നെ വേദിയിൽ പറയുന്ന നിലയുണ്ടായി. കഴിഞ്ഞ ദിവസം പറഞ്ഞത് മറുപടിയിൽ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വികസനത്തിന് വേണ്ടി ചെയ്തതൊക്കെ UDF ആണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞ ഗെയില്, ദേശീയപാത വികസനം, അതെല്ലാം അവിടെ നിൽക്കുന്നു. ഞാൻ അതിനിടയിൽ ഒരു കാര്യം പറയുകയാണ്. ഈ ശ്രീ JR പത്മകുമാറിൻ്റെ നേതാവ് ശ്രീ K സുരേന്ദ്രൻ 2016 പിണറായി വിജയൻ അധികാരത്തിലേറിയപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു, ഫേസ്ബുക്ക് പോസ്റ്റ്. 3 കാര്യങ്ങൾ നടത്തി കാണിച്ചാൽ ഈ ഗവൺമെൻറ് പിണറായി വിജയൻ ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റാണെന്ന്, മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ സമ്മതിച്ചു തരാമെന്നായിരുന്നു വെല്ലുവിളിച്ചത്. 1 ദേശീയപാത വികസനം, 2 ഗെയില്, ഇതുപോലെ വേറെ ഏതോ ഒരെണ്ണം കൂടിയുണ്ട്, വിഴിഞ്ഞമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ 3 കാര്യങ്ങളോ മറ്റോ ആണ് അന്ന് പറഞ്ഞത്. ദേശീയപാതയും ഗെയിലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് 2 നടപ്പിലായല്ലോ. ഇപ്പോൾ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ പത്മകുമാറും പറയുമോ? രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്നു ഈ ഗവൺമെന്റ് ഇച്ഛാശക്തി ഉണ്ടെന്ന്. ഇച്ഛാശക്തി ഉണ്ടെന്ന് അങ്ങ് കേൾക്ക്. ഈ ഇച്ഛാശക്തിയുടെ കൂട്ടത്തിൽ ഞങ്ങൾ സംസ്ഥാന താല്പര്യങ്ങളെ മുൻനിർത്തി ഭൂമി ഏറ്റെടുക്കുന്നത് ഇന്നൊരു പ്രശ്നമല്ലാതായി മാറി. ശരി, വികസന പ്രവർത്തനങ്ങളുടെ ഒരു മിനിറ്റ്. അല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ തിരുവനന്തപുരം ടെക്നോ പാർക്ക് ആരുടെ കാലത്താണ് ഉണ്ടായത്? കാലത്താണ്. ശരി, പക്ഷേ ഇൻഫോ പാർക്ക് ബാക്കിയെല്ലാം ഉണ്ടായത് ഞങ്ങളുടെ കാലത്ത്. കണ്ണൂർ എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട് ആണെങ്കിൽ അങ്ങനെ, സിയാലാണെങ്കിൽ അങ്ങനെ, മെട്രോ ആണെങ്കിൽ അങ്ങനെ. വെയിറ്റ് ചെയ്യൂ, അടുത്ത് പറയട്ടെ. ഒരു കാര്യം കൂടി കേൾക്കൂ. ഇന്നത്തെ വികസന കുതിപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്നലെ കൊച്ചിയിൽ മറ്റൊരു വികസന കുതിപ്പ് നടന്നു. ശരി, IBM-നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്ന്. അതിന് IBM-ന്റെ മേധാവി പറഞ്ഞ മറുപടിയുണ്ട്, വളരെ പ്രസക്താണ്. കേരളത്തിൽ ഒരു ചരിത്രത്തിലൊരു കാവ്യനീതി അല്ലേ റഹീമെ? യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർവൽക്കരണത്തിനെതിരെ സമരം ചെയ്ത ട്രേഡ് യൂണിയൻ സംഘടനകൾ ഇന്നിപ്പോ നെക്സ്റ്റ് ജനറേഷൻ AI-യുടെ കോൺക്ലേവിൽ വന്നിരിക്കുകയും അത് സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു കാവ്യനീതി അല്ലേ റഹീമെ? ആരുടെ ഒരൊറ്റ ചോദ്യം റഹീമിനോട് ചോദിക്കട്ടെ. അല്ല റഹീമെ, ചോദിച്ചോട്ടെ. എനിക്ക് മറുപടി ഉണ്ടെന്നേ. ഈ ചോദ്യം കൂടി കേട്ടില്ല, JR പത്മകുമാർ ചോദ്യം കൂടി കേട്ടില്ല. JR പത്മകുമാർ ചോദിച്ചോളൂ.
അല്ല ഞാൻ മറുപടി പറയാൻ അവസരം പറഞ്ഞല്ലോ തരണം. വികസന പ്രക്രിയ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ എടുത്ത നിലപാടുകൾ വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്തോ ആവുമായിരുന്നു? കമ്പ്യൂട്ടർവൽക്കരണം നിങ്ങൾ എതിർത്തില്ലേ? നിങ്ങൾ കാർഷിക മേഖലയിൽ കൊയ്ത്തത്രവും ട്രാക്ടറും ട്രില്ലറും ഒക്കെ വന്നപ്പോൾ നിങ്ങൾ എതിർത്തില്ലേ? നിങ്ങൾ ഈ തൊണ്ട് തല്ലുന്ന മിഷൻ വന്നപ്പോൾ നിങ്ങൾ എതിർത്തില്ലേ? അപ്പൊ ഇതൊക്കെ അത് നിങ്ങളെ സമരം കേരളത്തിൽ വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിന്റെ പരാജയപ്പെട്ടാണ് റഹീമ ഇന്ന് കേരളം ഈ നിലയിലേക്ക്. ഒരു നിമിഷം റഹീം ഒന്ന് വഴങ്ങുമെങ്കിൽ ഞാൻ ജിൻഡോയോട് ചോദ്യം എടുത്തിട്ട് വരാം. താങ്കൾക്ക് 2 ചോദ്യത്തിന് മറുപടി നൽകി അവസാനിപ്പിക്കാം. ജിൻഡോ, ഈ കാര്യത്തിൽ താങ്കൾക്ക് ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യം കൂടി ആവർത്തിക്കാം. താങ്കൾക്കുള്ള അവസാനത്തെ സമയം 30 സെക്കൻഡ്സ്. അല്ല ഇതിന് മറുപടി പറയട്ടെ, സമയം തരണം. സമയം 1 മിനിറ്റ് സമയം താങ്കൾക്ക് തരും റഹീം. ജിൻഡോ, എനിക്ക് അത് തന്നെ അരുൺ, റഹീമിന് തന്നെ കൂടുതൽ സമയം കൊടുക്കണം. കാരണം ഈ പദ്ധതി മുടക്കാൻ വേണ്ടി പരമാവധി പ്രചാരണം നടത്തിയ ആളുകളിൽ ഒരാൾ റഹീമും കൂടിയാണ്. അപ്പൊ അദ്ദേഹം കൂടുതൽ പറഞ്ഞ് ന്യായീകരിച്ചുണ്ട്. പക്ഷെ എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. പത്മകുമാർ പറഞ്ഞതിനോടനുബന്ധിച്ച് പറയുക, LDF അവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നടത്തിയ സമരങ്ങൾ വിജയിച്ചിരുന്നെങ്കിൽ, കമ്പ്യൂട്ടറിനെതിരായിട്ടുള്ള സമരങ്ങൾ വിജയിച്ചിരുന്നെങ്കിൽ ഇന്നലെ AI സാങ്കേതിക വിദ്യയുടെ ഇന്റർനാഷണൽ കോൺക്ലേവ് ഒന്നും പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ലായിരുന്നല്ലോ, പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതിയുടെ സമരം, നിങ്ങൾ നടത്തിയ സമരം വിജയിച്ചിരുന്നെങ്കിൽ ണെന്ന് പറയുമ്പോൾ അത് കേട്ട് പരിപാടി നിർത്തി പോയിരുന്നെങ്കിൽ ഇന്ന് അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ പറയട്ടെ, റഹീമ പറയട്ടെ, നിങ്ങൾ പറഞ്ഞത് കേട്ട് കെ കരുണാകരൻ പദ്ധതി കെട്ടി വീട്ടിലിരുന്നെങ്കിൽ നിങ്ങളുടെ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് ഡൽഹിയിൽ പോകാൻ ഒന്നും മിണ്ടാതിരിക്കും. റഹീമ, ഞാനും പറയട്ടെ, താങ്കൾ പറഞ്ഞപ്പോഴൊക്കെ ഞങ്ങൾ കേട്ടില്ലേ? ഞങ്ങളൊന്ന് പറയട്ടെ, താങ്കൾ കുറെ പറയുന്നില്ലേ? നിങ്ങൾ പറഞ്ഞത് കേട്ട് കെ കരുണാകരൻ മിണ്ടാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിക്ക് പോകാനായിട്ട് കൊച്ചിയിൽ വന്ന് വിമാനം കയറാൻ പറ്റില്ലായിരുന്നു റഹീമെ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം നടത്താൻ പറ്റില്ലായിരുന്നു റഹീമെ. നിങ്ങൾക്ക് ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി കൊച്ചി എയർപോർട്ടിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വരാൻ പറ്റില്ലായിരുന്നു റഹീമെ. കാര്യം മനസ്സിലായില്ലേ? നിങ്ങളുടെ സമരങ്ങൾ വിജയിക്കാതെ പോയതാണ് കേരളത്തിലെ വരാൻ കാരണം. അരുണേ, ഒരിടത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് AI കോൺക്ലേവ് നടത്തുന്നു, മറ്റൊരിടത്ത് കൂടോത്രം നടത്തുന്നു. ഇതാണ് വ്യത്യാസം. ഇവിടെ ഇപ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് എന്നോട് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ പോകുമായിരുന്നില്ലേ എന്ന് ശ്രീ പത്മകുമാർ ചോദിച്ചു. ആരാ ചോദിക്കുന്നത്, പറയുന്നത്? ഞങ്ങൾ AI കോൺക്ലേവ് നടത്തുമ്പോൾ ചാണകത്തിൽ നിന്ന് ഓക്സിജൻ വരുമെന്ന് പറയുന്നയാളാണ്. തന്നെയുമല്ല, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാൻ അമ്മ പ്രസവിച്ചയാളല്ല എന്ന് പ്രസംഗിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ആളാണ് വന്നിരുന്നത് ഞങ്ങളെ ഈ കമ്പ്യൂട്ടറിന്റെ കാര്യം പഠിപ്പിക്കാൻ. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നടത്തിയ കേരളം ഇന്ന് വളർന്നത്. അതിനെക്കുറിച്ചാണ് നടത്തിയ ഏറ്റവും ഐതിഹാസികമായ അവരുടെ സമരത്തിന്റെ പട്ടികയിൽ കമ്പ്യൂട്ടർ വിരുദ്ധ സമരമുണ്ട്. ഏത് സന്ദർഭത്തിലാണ് തൊഴിലാളികൾ CITU ആകട്ടെ BMS ആകട്ടെ അത്തരമൊരു അഭിപ്രായം ഉന്നയിച്ചത്? അല്ലാതെ കമ്പ്യൂട്ടർ സമരം BMS ഉയർത്തിയ സമരം കൂടിയാണ്. നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ എല്ലായ്പ്പോഴും പറയാൻ നിൽക്കണ്ട. എന്റെ അവസരമാണെങ്കിൽ അരുണേ, ഇല്ല അരുൺ, എന്റെ അവസരമാണ്. പറയൂ, അന്ന് വഴങ്ങാൻ പറയൂ. അല്ല, ഒന്ന് വഴങ്ങാൻ പറയൂ. പത്മകുമാർ ഒന്ന് വഴങ്ങും. നമ്മൾ എത്രയോ കാലമായി ചർച്ചയിലിരിക്കുന്നു. വെറുതെ ഒച്ച വെക്കേണ്ടതില്ല. അങ്ങ് പറഞ്ഞു, ഞാൻ കേട്ടു. അങ്ങോട്ട് ബഹുമാനത്തോടെ മറുപടി പറയാനാണ്, കേൾക്കണമാണ്. അങ്ങ് മനസ്സിലാക്കേണ്ടത്, കമ്പ്യൂട്ടർ നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ, അന്ന് കമ്പ്യൂട്ടർവൽക്കരണത്തിൻ്റെ ഘട്ടത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, അതുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഉയർത്തിയിട്ടുണ്ട്. അത് കേൾക്കണം. അതിൽ പ്രധാനപ്പെട്ട അന്ന് സംഘടന തൊഴിലാളി സംഘടനകളാണ്. അത് ഇടതുപക്ഷ സംഘടനകളെ മാത്രം നിങ്ങൾ ബ്ലെയിം ചെയ്യേണ്ട. BMSന്റെ സൈറ്റിൽ ഇപ്പോഴും പോയാൽ BMS ഇന്ത്യയിൽ നടത്തിയ ഐതിഹാസികമായ സമരങ്ങളിൽ ഒന്നായി അങ്ങനെ ഒരു കാര്യം ഈ അടുത്ത കാലം വരെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അതങ്ങനെ പല ഘട്ടത്തിലും പലതും ഉയർത്തിയിട്ടുണ്ട്. അതെ എന്നതിന്റെ അർത്ഥം അതല്ല ഞാൻ പറഞ്ഞത്. സഖാവ് EK നായനാരാണ് കേരളത്തിലെ ആദ്യത്തെ കേരളത്തെ പ്രാപ്തമാക്കി ഉമ്മൻചാണ്ടിക്കും കെ കരുണാകരനും MV രാഘവനും VS അച്യുതാനന്ദനും EK നായനാരനും പിണറായി വിജയനും നരേന്ദ്രമോദിക്കും അദാനിക്കുമെല്ലാം ഇന്ന് ആ സ്വപ്നത്തിന്റെ പങ്കാളികളാകാനുള്ള അവകാശമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നന്ദി അഡ്വക്കേറ്റ് A റഹീം. ഒപ്പം ജിൻഡോ ജോൺ, ശ്രീ JR പത്മകുമാർ ചർച്ചയിൽ ചേർന്നതിന്.